ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർദ്രസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരീ നാരായണീ നമോസ്തുതേ. ഓം നമഃ ശിവായ. ശിവനേ ശിവശങ്കരായ നമസ്തേ നാരായണായ. സമസ്ത ദുരിതവും തീർക്കണേ നമോസ്തുതേ. ഓം നമോ നമഃ ശിവായ. ഓം നമഃ ശിവായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം ഉമാമഹേശ്വരായ നമഃ. ഓം ലക്ഷ്മീനാരായണായ നമഃ. ഓം രാധാകൃഷ്ണായ നമഃ. ഐഗിരിനന്ദിനി നന്ദി സമേദിനി വിശ്വവിനോദിനി നന്ദനുദേ ഗിരിവരവിന്ധ്യശിരോദിനി വാസിനി വിഷ്ണുവിലാസിനി ജിഷ്ണുനുദേ ഭഗവതി ഹേഷിതി കണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ ജയ ജയ ഹേ महिषासुरमर्दिनि रम्यकपर्दिनि शैलसुदे रम्यकपर्दिनि शैलसुदे. हरे कृष्णा. जय श्री राधे राधे. सर्वं श्री जगदम्बार्पणमस्तु. अम्मे नारायण, देवी नारायण, लक्ष्मी नारायण, भद्രേ നാരായണ. ഇന്ന് നമുക്ക് ദേവീ മഹാത്മ്യത്തിലെ മധ്യമചരിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ദേവീ മഹാത്മ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മധ്യമചരിതം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് ദേവീ മഹാത്മ്യത്തിലെ ആ മധ്യമചരിതമായ 2-ാം അധ്യായമായ മഹിഷാസുര സൈന്യവധം അത് നമുക്ക് ഇന്ന് വായിക്കാം. ദേവീ അമ്മേ. ഋഷിരുവാച ദേവാസുരമഭ്യുദ്യുദ്ധം പൂർണ്ണമദ്ദാശതം പുരാ മഹിഷേ ഹസുരാണാമതിപേ ദേവാനാം ചാപുരന്തരേ. പണ്ട് പൂർവകൽപ്പത്തിൽ മഹിഷൻ അസുരന്മാരുടെ അധിപതിയും ഇന്ദ്രൻ ദേവന്മാരുടെ അധിപതിയും ആയിരുന്ന കാലത്ത് ദേവന്മാരും അസുരന്മാരും തമ്മിൽ 100 വർഷം മുഴുവനും യുദ്ധമുണ്ടായി. അപ്പോ പണ്ട് പൂർവകൽപ്പത്തില് മഹിഷൻ എന്ന് പറയുന്ന അസുരനായിരുന്നു അസുരന്മാരുടെ അധിപതി. അതുപോലെ തന്നെ ദേവന്മാരുടെ അധിപതിയാണ് ഇന്ദ്രദേവൻ എന്ന് പറയുന്നത്. അങ്ങനെ ദേവന്മാരുടെ അധിപതി ഇന്ദ്രനായിരുന്ന കാലത്തും അസുരന്മാരുടെ അധിപതി മഹിഷനായിരുന്ന കാലത്തും ദേവന്മാരും അസുരന്മാരും തമ്മിൽ 100 വർഷം മുഴുവൻ യുദ്ധമുണ്ടായി. അങ്ങനെ 100 വർഷക്കാലമാണ് അസുരന്മാരും ദേവന്മാരും തമ്മിൽ യുദ്ധമുണ്ടായത്. വിപ്രജിത്തി എന്ന അസുരന്റെ പുത്രിയായ മാഹിഷ്മതി തപസ്സു ചെയ്തുകൊണ്ടിരിക്കുന്ന സിന്ധുദീപൻ എന്ന ഋഷിയെ എരുമയുടെ വേഷം ധരിച്ച് ഭയപ്പെടുത്തി. അതിന് അദ്ദേഹം അവളെ നീ എരുമയായി തീരും എന്ന് ശപിച്ചു. ആ ശാപം നിമിത്തം മഹിഷിയായി തീർന്ന അവൾ ഋഷിയുടെ ശുക്ലം സ്കലിച്ചതിനെ പാനം ചെയ്തിട്ട് മഹിഷാസുരാഖ്യനെ പ്രസവിച്ചു. ഈ കഥ വരാഹപുരാണത്തിലും ദേവീ ഭാഗവതത്തിലും വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോ വിപ്രജിത്തി എന്ന അസുരന്റെ പുത്രിയായിരുന്ന മഹിഷ്മതി എന്ന് പറയുന്ന ഒരു അസുരപുത്രി ഉണ്ടായിരുന്നു. ആ അസുരപുത്രി തപസ് ചെയ്തുകൊണ്ടിരുന്ന സിന്ധുദീപൻ എന്ന് പറയുന്ന ഒരു ഋഷിയെ എരുമയുടെ വേഷം ധരിച്ചിട്ട് ഭയപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ സിന്ധുദീപൻ എന്ന് പറയുന്ന ഋഷി ഈ മഹിഷ്മതിയെ ശപിക്കുകയാണ്. നീ ഒരു എരുമയായി തീരട്ടെ എന്ന് ശപിക്കുകയാണ്. അങ്ങനെ ഈ എരുമയായി തീർന്ന മഹിഷ്മതി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശുക്ലത്തെ സ്കലിച്ചതിനെ പാനം ചെയ്തുകൊണ്ട് മഹിഷാസുരാഖ്യൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടനായ ഒരു അസുരനെ പ്രസവിക്കുകയാണ്. അങ്ങനെ ഈ കഥ വരാഹപുരാണത്തിലും ദേവീ ഭാഗവതത്തിലും വർണ്ണിച്ചിട്ടുണ്ട്. രംഭാസുരൻ തപസ് ചെയ്ത് ശിവനെ പ്രസാദിപ്പിച്ച് അദ്ദേഹത്തിന്റെ അംശമായി ജനിച്ചിട്ടുള്ളവനാണ് അവന്റെ സുതൻ മഹിഷൻ. അവൻ തപസ് ചെയ്ത് ദേവിയുടെ അടുക്കൽ തനിക്ക് സായുജ്യം ലഭിക്കണം എന്ന് വരം ചോദിച്ചു. ഈ കഥ കാളി പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ മഹിഷൻ അതായത് മാഹിഷ്മതിയുടെ പുത്രനായ ഈ മഹിഷൻ ശിവനെ പ്രസാദിപ്പിച്ചുകൊണ്ട് വരം ചോദിക്കുകയാണ്. അങ്ങനെ ഈ വരം ചോദിക്കുന്നത് കാളി പുരാണത്തിലും, അതായത് ഭദ്രകാളി പുരാണത്തിലും കാളി പുരാണത്തിലും പറഞ്ഞിട്ടുണ്ട്.
തത്രാസുരൈർമഹാവീര്യർ ദേവസൈന്യം പരാജിതം ജിത്വാ സാ സകലാൻ ദേവാ നിദ്രോവന്മൂഹവീരാശുസുരാ തത്രാസുരൈർമഹാവീര്യർ ദേവസൈന്യം പരാജിതം ജിത്വാ ച സകലാൻ ദേവാ നിദ്രോവൻഭൂ മഹിഷാസുരാ. ആ യുദ്ധത്തിൽ അതിപരാക്രമശാലികളായ അസുരന്മാർ ദേവസൈന്യത്തെ തോൽപ്പിക്കുകയും മഹിഷാസുരൻ സകല ദേവന്മാരെയും ജയിച്ച് ഇന്ദ്രനായി തീരുകയും ചെയ്തു. അങ്ങനെ ആ യുദ്ധത്തില് അതിപരാക്രമശാലികളായ അസുരന്മാര്, അങ്ങനെയുള്ള ദുഷ്ടന്മാരായ ആ അസുരന്മാര് ദേവന്മാരെയെല്ലാം തോൽപ്പിക്കുകയും അങ്ങനെ ഈ മഹിഷാസുരൻ ഇന്ദ്രപദവി ഏറ്റെടുക്കുകയും അങ്ങനെ ഈ ദുഷ്ടനായ മഹിഷാസുരൻ ഇന്ദ്രനായിട്ട് മാറുകയും ചെയ്യുകയാണ്. തതഃ പരാജിതാ ദേവഃ പദ്മയോനിം പ്രജാപതിം പുരസ്കൃത്യ ഗതാസ്തത്ര യത്രേശ ഗരുഡധ്വജഃ. പാലനത്തിനും സംഹാരത്തിനും വിഷ്ണുവും ശിവനും അധികാരികളാകയാൽ ദേവകൾ ബ്രഹ്മാവോട് കൂടി അവരുടെ സമീപത്തിലെത്തി. അപ്പോ സൃഷ്ടിക്ക് വിഷ്ണു ഭഗവാനും സ്ഥിതിക്ക് വേണ്ടിയിട്ട് വിഷ്ണു ഭഗവാനും അതുപോലെ സംഹാരമായിട്ട് ഇരിക്കുന്നത്, മംഗളമായിട്ടിരിക്കുന്നത് ശിവഭഗവാനുമാണ്. അങ്ങനെ ഈ ദേവന്മാരെല്ലാം ബ്രഹ്മാവിനോട് ചെന്ന് പറയുകയാണ്, ഈ മഹിഷാസുരൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടനായ അസുരൻ ഞങ്ങളുടെ ദേവലോകമെല്ലാം കൈയടക്കി വെച്ചിരിക്കുകയാണ്, ഇന്ദ്രപദവിയെല്ലാം നേടി ഞങ്ങളെ എല്ലാം ഇവിടുന്ന് അടിച്ചോടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബ്രഹ്മാവിനോടൊപ്പം ബ്രഹ്മാവിനെയും കൂട്ടിക്കൊണ്ട് വിഷ്ണു ഭഗവാന്റെ അടുത്തും അതുപോലെ ശിവഭഗവാന്റെ അടുത്തും പരാതിയുമായിട്ട് ചെല്ലുകയാണ്. യഥാവൃത്തം തയോസ്തദ്വൻ മഹിഷാസുരചേഷ്ടിതം ത്രിദശാഹ കഥയാമാസുർ ദേവാഭീഭവ വിസ്തരം. ദേവന്മാർ പരമേശ്വരന്റെയും വിഷ്ണുവിന്റെയും അടുക്കൽ ചെന്ന് മഹിഷാസുരന്റെ പ്രവൃത്തിയെയും ദേവന്മാർക്കുണ്ടായ വലുതായ പരാജയത്തെയും സംഭവിച്ച പ്രകാരം ഉണർത്തിച്ചു. മഹിഷാസുരനെ, അതായത് മഹിഷാസുരൻ എന്ന് പറയുന്ന ദുഷ്ടനായ അസുരൻ ദേവലോകം കൈയടക്കിയ കാര്യം ആരോടൊക്കെയാണ് പറയുന്നത്? വിഷ്ണു ഭഗവാനോടും അതുപോലെ ശിവഭഗവാനോടും ഉണർത്തിക്കുകയാണ് ദേവന്മാർ. യഥാവൃത്തം വിസ്തരം സ്വാഹാ സ്വാഹാ സൂര്യേന്ദ്രാനഗ്നിനിലേന്ധുനാം യമസ്യ വരുണസ്യ ച അന്യേഷാഞ്ചാധികാരൻ സാ സ്വയമേവാതിഷ്ഠതി. ആ മഹിഷാസുരൻ സൂര്യൻ, ഇന്ദ്രൻ, അഗ്നി, വായു, ചന്ദ്രൻ, കാലൻ, വരുണൻ എന്നിവരുടെയും മറ്റു ദേവകളുടെയും അധികാരങ്ങളെ താനേ തന്നെ അനുഷ്ഠിക്കുന്നു. അങ്ങനെ ഈ മഹിഷാസുരൻ എന്ത് ചെയ്യുകയാണ്? ഈ ദുഷ്ടനായ മഹിഷാസുരൻ സൂര്യന്റെയും ഇന്ദ്രന്റെയും അതുപോലെ അഗ്നിയുടെയും വായുവിന്റെയും ചന്ദ്രന്റെയും കാലന്റെയും വരുണന്റെയും അങ്ങനെയുള്ള സകല ദൈവങ്ങളുടെയും ഡ്യൂട്ടി എന്താണ്, അവരുടെ ജോലി എന്താണ്, അവരുടെ കർമ്മം എന്താണ്, ഇതെല്ലാം ഈ മഹിഷാസുരൻ ഒറ്റയ്ക്ക് വഹിക്കുകയാണ്. സ്വർഗാനിജ്ഞാരകൃതാഃ സർവേ തേന ദേവഗണാ ഭുവി വിചരന്തി യഥാ മർത്യാ മഹിഷേണ ദുരാത്മനാ. ദുഷ്ടനായ ആ മഹിഷാസുരൻ സകല ദേവഗണങ്ങളെയും സ്വർഗത്തിൽ നിന്ന് ആട്ടിക്കളഞ്ഞതുകൊണ്ട് അവർ മനുഷ്യരെ പോലെ ഭൂമിയിൽ സഞ്ചരിക്കുന്നു. അങ്ങനെ ഈ ദുഷ്ടനായ മഹിഷാസുരൻ ആ ദേവന്മാരെ എല്ലാം ദേവലോകത്ത് നിന്ന് ആട്ടിപ്പായിച്ചത് കാരണം ദേവന്മാർ എന്ത് ചെയ്യുകയാണ്? ഒരു സാധാരണ മനുഷ്യരെ പോലെ ആ ഭൂലോകത്ത് ഇങ്ങനെ നടക്കുകയാണ്. ഭൂലോകത്ത് ജനിച്ചും മരിച്ചും അങ്ങനെ വിഷമിച്ചും സാധാ മനുഷ്യരെ പോലെ ദുഃഖിച്ച് ആ ദേവന്മാര് ആ ഭൂലോകത്തില് നടക്കുകയാണ്. സ്വർഗാ നിരാകൃത ദുരാത്മനാ സ്വാഹ ഏതദ്വാഹ കഥിതം സർവമമാരി വിചേഷ്ടിതം ശരണം ച പ്രപന്നാഹ സ്മോ വദസ്തസ്യ വിചിന്യതാം. ഈ മഹിഷാസുരന്റെ അഹങ്കാര പ്രവർത്തികളെല്ലാം നിങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ നിങ്ങളെ ശരണം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു. അവന്റെ വധത്തിനുള്ള മാർഗത്തെക്കുറിച്ച് ആലോചിച്ചാലും ഇന്ദ്രാദി ദേവകളായ ഞങ്ങൾ ദേവശത്രുവിന്റെ ഈ വിചേഷ്ടിതത്തെ ഔദിത്യത്തെയും ദേവാദിഭാവത്തെയും മുഴുവനും നിങ്ങളോട് പറഞ്ഞു. ദുഃഖങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന 3 പേരെയും ഞങ്ങൾ ശരണം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു.
അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ദേവന്മാര് പറയുകയാണ്, ഞങ്ങൾ വളരെയധികം ദുഃഖത്തിലാണ്, ഞങ്ങളുടെ സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, ഞങ്ങളെ ആ സ്വർഗലോകത്ത് നിന്ന് പുറത്താക്കി, ആ ദുഷ്ടനായ ആ മഹിഷാസുരനെ കാരണം ഞങ്ങൾക്ക് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ആ ദുഷ്ടനായ മഹിഷാസുരനെ എത്രയും പെട്ടെന്ന് തന്നെ വിഷ്ണു ഭഗവാനെ, ശിവഭഗവാനെ അവിടുന്ന് വധിക്കണം, വധിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ എന്നിങ്ങനെ കരഞ്ഞ് കേണ് അപേക്ഷിക്കുകയാണ് ആ ദേവന്മാര്. ഹിതം നിശമ്യ ദേവാനാം വജാംസി മധുസൂദനഃ ചകാരം കോപം ശംഭുച്ച ഭൃഗൂഢീകുടിലാനനൗ. ഇപ്രകാരം ദേവന്മാർ പറഞ്ഞ വാക്കുകളെ കേട്ട് മധുസൂദനനും ശംഭുവും പുരികക്കൊടികളുടെ വളവ് നിമിത്തം വളഞ്ഞ മുഖത്തോടു കൂടിയവരായിട്ട് കോപിച്ചു. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ഇത് കേട്ടുടനെ ശിവഭഗവാനും അതുപോലെ തന്നെ വിഷ്ണു ഭഗവാനും ഭയങ്കര കോപിഷ്ഠരാകുകയാണ്. എന്താണ് ഞങ്ങൾ കേട്ടത്? ഒരു ക്രൂരനായ ദുഷ്ടനായ അസുരൻ ദേവലോകമെല്ലാം കൈയടക്കിയിട്ട് ദേവന്മാരെയെല്ലാം പുറത്താക്കുകയും ദേവന്മാരിങ്ങനെ കഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. ആരാണ് അവൻ എന്ന് പറഞ്ഞ് വളരെയധികം കോപാകുലരാവുകയാണ്. വിഷ്ണു ഭഗവാനും അതുപോലെ തന്നെ ശിവഭഗവാനും വളരെയധികം കോപിഷ്ഠരാവുകയാണ്. സർവദേവ ശരീരേഭ്യോ യോർവിഭൂതാഫമിത പ്രഭ ത്രിഗുണാസാ മഹാലക്ഷ്മീഹ സാക്ഷാൽ മഹിഷമർദിനി. എന്നാലും ദേവന്മാർ രജസത്വഗുണ പ്രധാനന്മാർ ആകൊണ്ട് ഇവിടെയും രജസത്വ ഗുണങ്ങൾക്ക് ആധിക്യമുള്ളതാകുന്നു. അതായത് ദേവന്മാരെന്ന് പറയുമ്പോൾ രജസ്, തമസ്, രജവും തമസ് വരുന്നില്ല, രജോ ഗുണവും അതുപോലെ തന്നെ സത്വഗുണവും ഉള്ളതാണ് ദേവന്മാരെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ദേവന്മാരാകൊണ്ട് അവർക്ക് ആധിക്യമുള്ളതാകുന്നു. വളരെയധികം എന്താ പറയാ, ആ ഒരു ഇതില് തൻ്റെ ദേവലോകം എല്ലാം നഷ്ടപ്പെട്ടതില് വളരെയധികം ദുഃഖമുണ്ടാവുകയാണ്. അവർക്ക് എന്താ പറയാ, ദേഷ്യം ഉണ്ടാവുകയാണ്. അവർക്ക് ഇത് സഹിക്കാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ടാവുകയാണ്. തതോ വധികോപപൂർണസ്യ ചക്രിണോ വദനാത്തതഃ നിശ്ചക്രാമ മഹത്തേജോ ബ്രഹ്മണഃ ശങ്കരസ്യ ച. അനന്തരം അതികോപം കൊണ്ട് നിറഞ്ഞവരായ വിഷ്ണുവും ബ്രഹ്മാവിന്റെയും ശങ്കരന്റെയും വിസ്തൃതങ്ങളായ വദനങ്ങളിൽ നിന്ന് മഹത്തായ തേജസ് ഉത്ഭവിച്ചു. അങ്ങനെ അതികോപിഷ്ഠരായിട്ടുള്ള ആ വിഷ്ണു ഭഗവാന്റെയും ശിവഭഗവാന്റെയും ബ്രഹ്മാവിന്റെയും മുഖത്ത് നിന്ന് എന്ത് പറയുക, അതിഉജ്ജ്വലമായിട്ടുള്ള വദനങ്ങളിൽ നിന്ന് അതിഉജ്ജ്വലമായിട്ടുള്ള ഒരു തേജസ് ഇങ്ങനെ പുറത്തേക്ക് ഉത്ഭവിച്ചു വരികയാണ്. മദീയാഹ ശക്തിലേശ യേ തത്തദേവ എന്ന ലക്ഷ്മി തന്ത്രാദി വചനപ്രകാരം ദേവന്മാരിലും അവരുടെ ആയുധങ്ങളിലുമുള്ള ശക്തി ഭാഗങ്ങളെല്ലാം ഏകീഭവിച്ച് 18 കൈകളോട് കൂടിയ ഒരു നാരി ശക്തി രൂപേണ പരിണമിച്ചു. അങ്ങനെ 18 കൈകളോട് കൂടിയ ഒരു നാരി, ഒരു ദേവി ഇങ്ങനെ അവരുടെ ആ വദനത്തിൽ നിന്ന്, ആ പ്രകാശത്തിൽ നിന്ന് ഇങ്ങനെ ഉത്ഭവിക്കുകയാണ്. അനന്തരം അതികോപപൂർണനായ വിഷ്ണുവിന്റെയും ബ്രഹ്മാവിന്റെയും ശങ്കരന്റെയും വിസ്തൃതങ്ങളായ മുഖസമീപങ്ങളിൽ നിന്ന് മഹത്തായ ഒരു ദീപ്തി നിർഗമിച്ചു. അങ്ങനെ ശങ്കരന്റെയും വിഷ്ണു ഭഗവാന്റെയും ബ്രഹ്മാവിന്റെയും ആ തേജസ്സിൽ നിന്നും ഒരു ദീപ്തി ഇങ്ങനെ നിർഗമിക്കുകയാണ്. തതോ വധികോപഃ ശങ്കരസ്യ ച സ്വാഹ അന്വേഷാണാം ചൈവ ദേവാനാം ശക്രാദീനം ശരീരതഃ നിർഗതം സുമഹത്തേജഃ തച്ചൈക്യം സമഗച്ഛതാം. മറ്റ് ഇന്ദ്രാദികളായ ദേവന്മാരുടെ ശരീരങ്ങളിൽ നിന്ന് വലുതായ ഒരു തേജസ് പുറപ്പെട്ടു. ആ തേജസ്സുകൾ എല്ലാം കൂടി ഒന്നായി തീർന്നു. അങ്ങനെ മറ്റുള്ള ദേവന്മാരുടെ എല്ലാം ശരീരങ്ങളിൽ നിന്ന് എന്തുണ്ടാവുകയാണ്? വേറൊരു തേജസ് ഉണ്ടാവുകയാണ്. അങ്ങനെ ആ തേജസ്സുകൾ എല്ലാം കൂടെ ദേവന്മാരുടെയും എല്ലാവരുടെയും ആ തേജസ്സുകൾ എല്ലാം കൂടെ ഒന്നായി ചേരുകയാണ്. ആ ത്രിമൂർത്തികളിൽ നിന്ന് അന്യന്മാരായ ഇന്ദ്രാദി ദേവന്മാരുടെയും ശരീരങ്ങളിൽ നിന്നൊരു മഹൽ തേജസ് പുറപ്പെട്ടു. അത് ത്രിമൂർത്തികളുടെയും ഇന്ദ്രാദികളുടെയും തേജസ് എല്ലാം കൂടിയായി ഒന്നു ചേർന്നു. അങ്ങനെ ഈ ദേവന്മാരുടെയും ഇന്ദ്രന്റെയും അതായത് ഇന്ദ്രാദി ദേവന്മാരുടെയും അതുപോലെ തന്നെ മഹേശ്വരന്റെയും ശിവഭഗവാന്റെയും വിഷ്ണു ഭഗവാന്റെയും ബ്രഹ്മാവിന്റെയും എല്ലാം ഈ തേജസ്സും കൂടി ഇങ്ങനെ ഒന്നാവുകയാണ്. അതീവ തേജസഹാകൂടം ജലന്തമിവ പർവതം ദദൃശുസ്തേ സരസുരാസസ്ത്ര ജ്വാലാവ്യാപ്ത ദിഗന്ധരം. ആ ദേവകൾ അവിടെ അത്യുഗ്രമായും ജ്വാലകളെ കൊണ്ട് ശോഭിക്കപ്പെട്ട 10 ദിക്കുകളോട് കൂടിയതായും ഇരിക്കുന്ന ഒരു തേജഃ പുഞ്ചത്തെ കാന്തി കൊണ്ട് ജ്വലിക്കുന്ന കനക പർവ്വതത്തെ എന്ന പോലെ കണ്ടു.
അങ്ങനെ കാന്തി കൊണ്ട് ജ്വലിക്കുന്ന ഒരു കനക പർവ്വതത്തെ പോലെ ആ 10 ദിക്കുകളോട് കൂടിയതായിരിക്കുന്ന തേജപുഞ്ചത്തെ, അത്രയും തേജസ്സുള്ള ഒരു രൂപത്തെ, അത്രയും തേജസ്സുള്ള കനക പർവ്വതത്തെ പോലെ എന്ന പോലെ കണ്ടു. അത്രയ്ക്കും സ്വർണ്ണവർണ്ണം പോലെ, അത്രയ്ക്കും കനക പർവ്വതത്തെ കാണുന്ന പോലെ അത്രയും പ്രകാശമയമായിട്ടുള്ള ഒരു തേജസ് കാണുകയാണ്. തേജസ്സായ ദേവിയെ കാണുകയാണ്. അതുലം തത്ര തത്തേജഃ സർവദേവ ശരീരജം ഏകസ്തം തന്നഫൂനാരി വ്യാപ്തലോകത്രയം തൃഷാം. ആ ദേവസദസ്സിൽ വിഷ്ണു ആദി സകല ദേവന്മാരുടെയും ശരീരങ്ങളിൽ നിന്നുണ്ടായ അനുഭവമായ ആ തേജസ് ഏകാകാരമായി തീർന്നു. അനന്തരം ദീപ്തി കൊണ്ട് വ്യാപിച്ചിരിക്കുന്ന 3 ലോകങ്ങളോട് കൂടിയ ഒരു നാരീ രൂപമായി പരിണമിച്ചു. അങ്ങനെ ഈ തേജസ്സുകളെല്ലാം കൂടി വന്നിട്ട് ഈ ദേവന്മാരുടെ തേജസ്സും അതുപോലെ തന്നെ വിഷ്ണു ഭഗവാന്റെ തേജസ്സും ശിവഭഗവാന്റെ തേജസ്സും ബ്രഹ്മാവിന്റെ തേജസ്സും എല്ലാം കൂടി ചേർന്ന് ഒരു നാരീ രൂപമായിട്ട് അത്യുഗ്രമായിട്ടുള്ള അത്യുഗ്രമായ ദീപ്തിയോട് കൂടിയുള്ള അത്രയും പ്രകാശമയമായിട്ടുള്ള ഒരു അതിസുന്ദരമായിട്ടുള്ള ഒരു ദേവി ഇങ്ങനെ പരിണമിക്കുകയാണ്. യദഫൂചാംഭവ തേജസ്തേജാന ജായത തന്മുഖം യാമേന ചാഭവൻ കേശ ബാഹവോ വിഷ്ണു തേജസാ. ആ ശിവ തേജസ് കൊണ്ട് ആ ദേവിയുടെ മുഖവും യമ തേജസ് കൊണ്ട് കേശങ്ങളും വിഷ്ണു തേജസ് കൊണ്ട് 18 കൈകളും ഉണ്ടായി. അങ്ങനെ ശിവ തേജസ് കൊണ്ട് ദേവിയുടെ മുഖവും അതുപോലെ യമ തേജസ് കൊണ്ട് കേശങ്ങളും അതായത് മുടിയും അതുപോലെ വിഷ്ണു തേജസ് കൊണ്ട് 18 കൈകളും ഉണ്ടായി. വിഷ്ണു തേജസ് കൊണ്ട് 18 കൈകളും ഉണ്ടായി. തേജോ വിഭാഗം കൊണ്ടുണ്ടായ അംഗവിഭാഗത്തെ പറയുന്നു. ശംഭു ധവള ശരീരനാകൊണ്ട് അദ്ദേഹത്തിന്റെ തേജസ് കൊണ്ടുണ്ടായിരിക്കുന്ന ദേവിയുടെ മുഖം വെളുത്ത നിറത്തോട് കൂടിയതായും യമൻ കൃഷ്ണശരീരനാകൊണ്ട് ആ തേജസ് കൊണ്ടുണ്ടായിരിക്കുന്ന കേശങ്ങൾ കൃഷ്ണവർണ്ണത്തോട് കൂടിയതായും വിഷ്ണു നീലനിറത്തോട് കൂടിയവനാകൊണ്ട് ആ തേജസ് കൊണ്ടുണ്ടായ 18 കൈകൾ നീലനിറത്തോട് കൂടിയതായും തീർന്നു. അങ്ങനെ എന്താണ് ദേവിയുടെ മുഖം ശിവഭഗവാന് വെളുത്ത നിറമാണ്. അപ്പോൾ ശിവഭഗവാന്റെ തേജസ് കൊണ്ട് ദേവിയുടെ മുഖം വെളുത്ത നിറത്തിലും അതുപോലെ യമൻ കൃഷ്ണശരീരനാകൊണ്ട് ആ തേജസ് കൊണ്ടുണ്ടായിരിക്കുന്ന കേശങ്ങള് ദേവിയുടെ കേശങ്ങൾ എന്ന് പറയുന്നത് കറുത്ത നിറത്തിലാവുകയും അതുപോലെ വിഷ്ണു നീല നിറത്തിലായതുകൊണ്ട് ദേവിയുടെ കൈകൾ നീല നിറത്തിലാവുകയും ചെയ്യുകയാണ്. സൗമ്യേന സ്തേനയോരുഗ്മം മധ്യമൈന്ദ്രേണ ചാഭവൽ വാരുണേന ജംഘോരു നിദംബസ്തേജസാ ഭുവഃ. ചന്ദ്ര തേജസ് കൊണ്ട് ആ ദേവിയുടെ 2 സ്തനങ്ങളും ഇന്ദ്ര തേജസ് കൊണ്ട് മധ്യപ്രദേശവും വരുണ തേജസ് കൊണ്ട് കണങ്കാലുകളും തുടകളും ഭൂമിയുടെ തേജസ് കൊണ്ട് അരയുടെ പിൻഭാഗവും ഉണ്ടായി. അങ്ങനെ ചന്ദ്ര തേജസ് കൊണ്ട് ദേവിയുടെ 2 സ്തനങ്ങൾ ഉണ്ടാവുകയാണ്. ചന്ദ്രന്റെ തേജസ് കൊണ്ടാണ്. അതുപോലെ ഇന്ദ്ര തേജസ് കൊണ്ട് മധ്യപ്രദേശവും അതുപോലെ വരുണ തേജസ് കൊണ്ട് കണങ്കാലുകളും തുടകളും ഭൂമിയുടെ തേജസ് കൊണ്ട് അരയുടെ പിൻഭാഗവും ഉണ്ടാവുകയാണ്. സോമ തേജസ് കൊണ്ട് ആ നാരിയുടെ 2 സ്തനങ്ങളും ഇന്ദ്ര തേജസ് കൊണ്ട് മധ്യവും വരുണ തേജസ് കൊണ്ട് കണങ്കാലുകളോട് കൂടിയ തുടകളും ഭൂമിയുടെ തേജസ് കൊണ്ട് ഘടിപ്രദേശവും ഉണ്ടായി. ചന്ദ്ര തേജസ് കൊണ്ടുണ്ടായതിനാൽ ദേവിയുടെ സ്തനങ്ങൾ ശ്വേതവർണ്ണങ്ങളായും ഇന്ദ്ര തേജസ് കൊണ്ടുണ്ടായതിനാൽ മധ്യപ്രദേശം രക്തവർണ്ണമായും ഭവിച്ചു. സൗമ്യേന സാ ഭുവഃ സ്വാഹാ ബ്രാഹ്മണസ്തേജസാ പാദൗ തദംഗുല്യോ വർക്ക തേജസാ വസൂനാം ചകരാംഗുല്യഃ കൗബേരേണ ജനാസികാം. ബ്രഹ്മാവിന്റെ തേജസ് കൊണ്ട് ആ ദേവിയുടെ പാദങ്ങളും സൂര്യ തേജസ് കൊണ്ട് കാൽവിരലുകളും അഷ്ടവസ്തുക്കളുടെ തേജസ് കൊണ്ട് കൈവിരലുകളും വൈശ്രവണ തേജസ് കൊണ്ട് നാസികയും ഉണ്ടായി. ബ്രഹ്മാവിന്റെ തേജസ് കൊണ്ട് ആ നാരിയുടെ പാദങ്ങൾ ഉണ്ടായി. പാദങ്ങളിലുള്ള വിരലുകൾ അർക്ക തേജസ്സുകൾ കൊണ്ടുണ്ടായി. അഷ്ടവസ്തുക്കളുടെ തേജസ് കൊണ്ട് കൈവിരലുകൾ ഉണ്ടായി. കുബേര തേജസ് കൊണ്ട് നാസികയും ഉണ്ടായി. ബ്രഹ്മ തേജസ് കൊണ്ടുണ്ടായതിനാലാണ് പാദങ്ങൾ രക്തവർണ്ണങ്ങളായത്. വൈകൃതി രഹസ്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ശ്വേതാനന നീലഭുജ സുശോസ്തനമണ്ഡല രക്തമധ്യ രക്തപാദ നീലജംഘോരുന്മദ സുചിത്ര ജഗന ചിത്രമാല്യാംബര വിഭൂഷണ ചിത്രാനുലേപന കാന്തിരൂപ സൗഭാഗ്യശാലിനി ബ്രഹ്മണ നാസിക സ്വാഹ. ഈ രൂപം കൊണ്ടും ദേവിക്ക് ത്രിഗുണത്വം സൂചിപ്പിക്കപ്പെടുന്നു.
ആ ത്രിഗുണയായ ദേവി നാനാവർണ്ണങ്ങളോട് കൂടിയവളാകൊണ്ട് നാനാവർണ്ണങ്ങളോട് കൂടിയ മാലിന്യങ്ങളെയും വസ്ത്രങ്ങളെയും ആഭരണങ്ങളെയും ആലേപനങ്ങളെയും സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ദേവി എന്ന് പറയുന്നത് പല വിധത്തിലുള്ള വർണ്ണങ്ങളാണ് അല്ലെ, പല വിധത്തിലുള്ള വർണ്ണങ്ങൾ കൊണ്ടാണ് ദേവി ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ദേവി എന്ന് പറയുന്ന സത്വ രജസ് തമോ ഗുണങ്ങൾ, ഈ 3 ഗുണങ്ങളും ദേവിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ അങ്ങനെയുള്ള ആ ദേവി എന്ത് ചെയ്യുകയാണ്? ആഭരണങ്ങളെയും ആലേപനങ്ങളെയും ഒക്കെ സ്വീകരിച്ചിരിക്കുകയാണ്. തത്യാസ്തു ദന്തഃ സംഭൂതഃ പ്രാഞ്ചാപത്യേന തേജസാ നയനത്രിത്രയം നയനത്രിതയം യജ്ഞേ തദാ പാവക തേജസാ. ദക്ഷൻ മുതലായ പ്രജാപതികളുടെ തേജസ് കൊണ്ട് ആ ദേവിയുടെ ദന്തങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ അഗ്നി തേജസ് കൊണ്ട് 3 കണ്ണുകളും ഉണ്ടായി. അപ്പോൾ ദേവിയുടെ ദന്തങ്ങൾ എങ്ങനെയാണ്? ദക്ഷ പ്രജാപതിയുടെ തേജസ് കൊണ്ടാണ് ദേവിയുടെ ദന്തങ്ങൾ ഉണ്ടായത്. അതുപോലെ ദേവിയുടെ അഗ്നി തേജസ് കൊണ്ടാണ് 3 കണ്ണുകൾ ഉണ്ടായത്. ദേവിക്ക് തൃക്കണ്ണാണ്, 3 കണ്ണുകളാണ്. അങ്ങനെ എന്ത് തേജസ് കൊണ്ടാണ്? അഗ്നിയുടെ തേജസ് കൊണ്ടാണ് ദേവിക്ക് 3 തൃക്കണ്ണുകൾ ഉണ്ടായത്. 2 ഫൂവൗ സസന്ധ്യയോസ്തേജഃ ശ്രവണാവനിലസ്യ ച അന്യേഷാം ചൈവ ദേവാനാം സംഭവസ്തേജസാം ശിവാം. 2 സന്ധികളുടെയും തേജസ് ആ ദേവിയുടെ പുരികങ്ങളായും വായു തേജസ് ചെവികളായും തീർന്നു. മറ്റുള്ള ദേവന്മാരുടെയും തേജസ്സുകളുടെ സമൂഹ പരിണാമം തന്നെ ആകുന്നു സർവമംഗളയായ ആ ദേവി. അപ്പോൾ 2 സന്ധികളുടെ തേജസ് കൊണ്ട് ദേവിയുടെ പുരികങ്ങളും അതുപോലെ വായു തേജസ് കൊണ്ട് ചെവികളും ഉണ്ടായി. അതുപോലെ മറ്റുള്ള ദേവന്മാരുടെ തേജസ്സുകളുടെ സമൂഹ പരിണാമം തന്നെയാകുന്നു സർവമംഗളയായ ദേവി. അപ്പൊ സർവമംഗളയായ ആ ദേവി എന്ന് പറയുന്നത് മറ്റ് സകല ദേവന്മാരുടെയും ആ ഒരു തേജസ് ആകുന്നു. അങ്ങനെയുള്ള സർവമംഗളയാവുന്നു ആ ദേവി. സർവമംഗള മാംഗല്യേ ശിവേ സർവാർദ്രസാദികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണീ നമോസ്തുതേ. അതാണ് സർവമംഗളയായ ആ ദേവി. ആ നാരിയുടെ 2 പുരികക്കൊടികൾ സന്ധ്യകളുടെ തേജസ് ആകുന്നു, അല്ലെങ്കിൽ സന്ധ്യകളുടെ തേജസ് ആ നാരിയുടെ പുരികക്കൊടികളാകുന്നു. അതുപോലെ അനിലന്റെ തേജസ് ആ നാരിയുടെ ചെവികളാകുന്നു, അല്ലെങ്കിൽ ആ നാരിയുടെ ചെവികൾ അനിലന്റെ തേജസ് ആകുന്നു. മേൽ പറയപ്പെട്ട ദേവകളെയും അതുകൂടാതെ മറ്റു ദേവകളെയും സംബന്ധിച്ച തേജസ്സുകളുടെ സമൂഹ പരിണാമം തന്നെ ആ സർവമംഗളയായ ദേവി, അല്ലെങ്കിൽ ആ ദേവി ദേവ തേജസ്സുകളുടെ സമൂഹമാകുന്നു. ദേവി എന്ന് പറയുന്നത് ദേവ തേജസ്സുകളുടെ സമൂഹമാകുകയാണ്. തതഃ സമസ്ത ദേവാനാം തേജോരാശി സമുത്ഭവാം താം വിലോക്യ മുദം പ്രാപുരമരാ മഹിഷാർദിതാഃ. അനന്തരം എല്ലാ ദേവന്മാരുടെയും തേജസ്സുകളുടെ കൂട്ടത്തിൽ നിന്നുണ്ടായ ആ ദേവിയെ കണ്ടിട്ട് മഹിഷാസുരനാൽ ഹംസിക്കപ്പെട്ടവരായ ദേവകൾ സന്തോഷത്തോടു കൂടിയവരായി തീർന്നു. അങ്ങനെ അനന്തരം എല്ലാ ദേവന്മാരുടെയും തേജസ്സുകളുടെ കൂട്ടത്തിൽ നിന്നുണ്ടായ ആ ദേവിയെ കണ്ടിട്ട് മഹിഷാസുരനാൽ ഹിംസിക്കപ്പെട്ടവരായ ദേവകൾ സന്തോഷത്തോടു കൂടിയവരായി തീർന്നു. അതായത് ദുഷ്ടനായ മഹിഷാസുരനാൽ ഹിംസിക്കപ്പെട്ട ദേവകൾ വളരെ സന്തോഷം കൊണ്ട് അവരുടെ മനസ്സ് നിറയുകയാണ്. ദേവിയുടെ ആവിർഭാവാനന്തരം എല്ലാ ദേവന്മാരുടെയും തേജസ്സുകളിൽ നിന്ന് ഉത്ഭവിച്ച സർവമംഗളയായ ആ ദേവിയെ കണ്ടിട്ട് മുമ്പിൽ മഹിഷാസുരനാൽ ഹിംസിക്കപ്പെട്ട ആ ദേവകൾ സന്തോഷത്തോടെ പ്രാപിച്ചു. തതോ ദേവാദദുസ്തസ്യ സ്വാനി സ്വാന്യായുധാനി ച ഊചുർജയത്തേതുചൈർജയന്തീം തേ ജയൈഷിണഃ. അനന്തരം ജയിച്ചുക്കളായ ആ ദേവന്മാർ അവരവർക്കുള്ള ആയുധങ്ങളെ ദേവിക്ക് കൊടുക്കുകയും ജയശീലയായ ആ ദേവിയോട് ജയിച്ചാലും എന്ന് ഉച്ചത്തിൽ പറയുകയും ചെയ്തു. തതഃ സമസ്ത മഹിഷാർദിതാ സ്വാഹാ. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ആ ദേവന്മാരെല്ലാം തങ്ങളുടെ പക്കലുള്ള ആയുധങ്ങളെല്ലാം, ആയുധത്തിൽ നിന്നും ഉള്ള ആ ഒരു മറ്റൊരു ആയുധം ഉണ്ടായിട്ട് ആ ആയുധങ്ങളെല്ലാം തന്നെ ആ ദേവിക്ക് സമർപ്പിക്കുകയാണ്. ശൂലം ശൂലാദിനിഷ്കൃത്യ ദദൗ തസ്യൈ പിനാകദൃക് ചക്രം ച ദത്തവാൻ കൃഷ്ണഃ സമുൽപാട്യ സ്വചക്രദഃ. ശിവൻ തന്റെ ശൂലത്തിൽ നിന്ന് ശൂലത്തെയും വിഷ്ണു തന്റെ ചക്രത്തിൽ നിന്ന് ചക്രത്തെയും ആകർഷിച്ചെടുത്ത് ദേവിക്ക് കൊടുത്തു. അങ്ങനെ ശിവഭഗവാൻ തന്റെ ശൂലത്തിൽ നിന്ന് ശൂലത്തെയും അതുപോലെ വിഷ്ണു ഭഗവാൻ തന്റെ സുദർശന ചക്രത്തിൽ നിന്ന് വേറൊരു സുദർശന ചക്രത്തെയും ആ ദേവിക്ക് കൊടുക്കുകയാണ്.
ശംഖം ച വരുണഃ ശക്തിം ദദൗ തസ്യേഹുദാശനഃ മാരുതോ ദത്തവാം ചാപം ബാണപൂർണേ തതേഷു തീ. ആ ദേവിക്ക് വരുണൻ ശംഖത്തെയും അഗ്നിവേലിനെയും വായുഭഗവാൻ വില്ലും ബാണങ്ങൾ നശിക്കാത്ത ആവനാഴികളും കൊടുത്തു. അങ്ങനെ ആ ദേവിക്ക് വരുണൻ എന്ത് കൊടുക്കുകയാണ്? ശംഖ് കൊടുക്കുകയാണ്, ശംഖത്തെ കൊടുക്കുകയാണ്, അഗ്നി വേലിനെ കൊടുക്കുകയാണ്. വായുഭഗവാനാകട്ടെ വില്ലും ബാണങ്ങൾ നശിക്കാത്ത ആവനാഴികളും കൊടുക്കുകയാണ്. വരുണൻ ആ ദേവിക്ക് ശംഖത്തെ കൊടുത്തു, അഗ്നി ശക്തി എന്ന ആയുധ വിശേഷത്തെ കൊടുത്തു. ഇവിടെ ശംഖിൽ നിന്ന് ശംഖത്തെയും ശക്തിയിൽ നിന്ന് ശക്തിയെയും ആകർഷിച്ചു കൊടുത്തു എന്ന് താല്പര്യം. വായുഭഗവാൻ ആ ദേവിക്ക് വില്ലിനെയും അതുപോലെ തന്നെ ബാണങ്ങൾ നിറഞ്ഞിരിക്കുന്ന 2 അമ്പുറകളെയും കൊടുത്തു. ആ അമ്പുറകൾ അക്ഷയ ബാണ പൂർണ്ണങ്ങൾ പ്രയോഗിക്കുന്നതിന് സാമർഥ്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. അപ്പോ ദേവിക്ക് ഇടത് കൈകൊണ്ടും അതുപോലെ തന്നെ വലത് കൈകൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ഈ ശരത്തെ പ്രയോഗിക്കാൻ കഴിയും. വജ്രമിന്ദ്രഃ സമുൽപാട്യ കുളിശാദമരാധിപഃ ദദോ തസ്യൈ സഹസ്രാക്ഷോ ഖണ്ഡാമൈരാവതാൽ ഗജാൻ. ദേവരാജാവായി സഹസ്രാക്ഷനായിരിക്കുന്ന ഇന്ദ്രൻ വജ്രായുധത്തിൽ നിന്ന് വജ്രവും ഐരാവത ഗജത്തിൽ നിന്ന് മണിയും ആകർഷിച്ചെടുത്ത് ആ ദേവിക്ക് കൊടുത്തു. അങ്ങനെ ദേവരാജനായിരിക്കുന്ന ഇന്ദ്രൻ എന്ത് ചെയ്യുകയാണ്? വജ്രായുധത്തിൽ നിന്ന്, തന്റെ വജ്രായുധത്തിൽ നിന്ന് വജ്രവും ഐരാവത ഗജത്തിൽ നിന്ന് മണിയും ആകർഷിച്ചെടുത്ത് ആ ദേവിക്ക് കൊടുക്കുകയാണ്. യമൻ കാലഖണ്ഡത്തിൽ നിന്ന് കാലഖണ്ഡം, അത് ഇനി പറയുന്നുണ്ട്. കാലദണ്ഡാദ്യമോദണ്ഡം പാശം ചാമ്പുപതിർദദൗ പ്രജാപതി ചാക്ഷമാലാം ദദൗ ബ്രഹ്മാകമണ്ഡലും. യമൻ കാലദണ്ഡത്തിൽ നിന്ന് കാലദണ്ഡം എന്ന ആയുധത്തെയും വരുണൻ പാശത്തെയും പ്രജാപതിയായ ബ്രഹ്മാവ് ജപമാലയെയും ജലപാത്രത്തെയും ആ ദേവിക്ക് കൊടുത്തു. അങ്ങനെ യമൻ കാലദണ്ഡത്തിൽ നിന്ന്, തന്റെ കാലദണ്ഡമുണ്ടല്ലോ, ആ കാലദണ്ഡത്തിൽ നിന്ന് എന്ത് കൊടുക്കുകയാണ്? കാലദണ്ഡം എന്ന ആയുധത്തെ ദേവിക്ക് കൊടുക്കുകയാണ്. അതുപോലെ വരുണൻ പാശത്തെ കൊടുക്കുകയാണ്. പ്രജാപതിയായ ബ്രഹ്മാവ് ജപമാലയെയും അതുപോലെ ജലപാത്രത്തെയും ആ ദേവിക്ക് കൊടുക്കുകയാണ്. അന്തകൻ കാലദണ്ഡത്തിൽ നിന്ന് ആകർഷിച്ച് കാലദണ്ഡം എന്ന ആയുധത്തെ ആ ദേവിക്ക് കൊടുത്തു. വരുണൻ പാശത്തിൽ നിന്ന് ആകർഷിച്ച് പാശം എന്ന ആയുധ വിശേഷത്തെയും ആ ദേവിക്ക് കൊടുത്തു. പ്രജാപതിയായ ബ്രഹ്മാവ് ആ ദേവിക്ക് ജപമാലയെയും ജലപാത്രത്തെയും കൊടുത്തു. ബ്രഹ്മാവ് എന്ന് ഒരു വിപ്രനും പ്രജാപതി എന്ന് ഒരു മനുവും ഉള്ളതുകൊണ്ടാകുന്നു പ്രജാപതിയായ ബ്രഹ്മാവ് എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. സമസ്ത രോമകൂപേഷു നിജരശ്മീൻ ദിവാകരഃ കാലച്ചാ ദത്തവാൻ ഖഡ്ഗം തസ്യാ ചർമ്മജ നിർമ്മലം. സൂര്യഭഗവാൻ സമസ്ത രോമകൂപങ്ങളിലും തന്റെ രശ്മികളെയും കാലൻ ഖണ്ഡത്തെയും ദീപ്തിമത്തായ പരിചയെയും ആ ദേവിക്ക് കൊടുത്തു. അങ്ങനെ സൂര്യഭഗവാൻ എന്ത് ചെയ്യുകയാണ്? സമസ്ത രോമകൂപങ്ങളിൽ നിന്നും ആ തേജസ്, അത്രയും രശ്മികളെയും, തന്റെ ആ എത്ര സൂര്യന്റെ തേജസ് ഉണ്ടോ അത്രയും സൂര്യ തേജസ്സായ രശ്മികളെയും അതുപോലെ കാലൻ ഖഡ്ഗത്തെയും ദീപ്തമായ പരിചയെയും അതുപോലെ ദീപ്തമായ പരിചയെയും കൊടുക്കുകയാണ് ദേവിക്ക്. സൂര്യഭഗവാൻ ആത്മീയങ്ങളായ കിരണങ്ങളെ ആ ദേവിയുടെ സമസ്ത രോമകൂപങ്ങളിലും നിക്ഷേപിച്ചു. യമൻ ആ ദേവിക്ക് നിർമ്മലമായ ഖഡ്ഗത്തെയും നിർമ്മലമായ പരിചയെയും കൊടുത്തു. അങ്ങനെ സൂര്യഭഗവാന്റെ ആ തേജസ്, ആ രശ്മി എല്ലാം തന്നെ ആ ദേവിക്ക് അതേപോലെ തന്നെ കൊടുക്കുകയാണ്. അതുപോലെ യമൻ എന്ത് ചെയ്യുകയാണ്? ദേവിക്ക് നിർമ്മലമായ ഖഡ്ഗത്തെയും അതുപോലെ നിർമ്മലമായ പരിചയെയും, യുദ്ധത്തിന് വേണ്ടിയിട്ട് നിർമ്മലമായ പരിചയെയും ആ ദേവിക്ക് കൊടുക്കുകയാണ്. ക്ഷീരോദച്ചാമലം ഹാരമജരേ ച തഥാവംബരേ സമസ്തരോമ നിർമ്മലം സ്വാഹ ക്ഷീരോദച്ചാമലം ഹാരമജരേ ച തഥാവംബരേ. പാലാഴി നിർമ്മലമായ മുത്തുമാലയും അതുപോലെ നശിക്കാത്തവയും നൂതനങ്ങളുമായ വസ്ത്രങ്ങളും ആ ദേവിക്ക് കൊടുത്തു. അങ്ങനെ പാലാഴിയിൽ ആരാണ് കിടക്കുന്നത്? വിഷ്ണു ഭഗവാൻ. അങ്ങനെയുള്ള വിഷ്ണു ഭഗവാൻ ശയിക്കുന്ന ആ പാലാഴി നിർമ്മലമായ മുത്തുകളും അതുപോലെ ഒരിക്കലും നശിക്കാത്ത നിത്യനൂതനങ്ങളായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള നിത്യനൂതനങ്ങളായിട്ടുള്ള വസ്ത്രങ്ങളും ദേവിക്ക് കൊടുക്കുകയാണ്. ചൂടാമണിം തഥാ ദിവ്യം കുണ്ടലേ കടകാനി ച അർദ്ധചന്ദ്രം തഥാ ദിവ്യം കേയൂരാൻ സർവബാഹുഷു
നൂപുരൗ വിമലൗ തദ്വൽ ഗ്രൈവേയകമനുത്തമം അങ്കുലീയകരത്നാനി സമസ്താൻ സ്വങ്കുലീഷു ച വിശ്വകർമാ ദദൗ തസ്യൈ പരശും ചാതി നിർമ്മലം അസ്ത്രാണ്യാനേകരൂപാണി തദാഫേദ്യം ച ദംശനം. ദേവശില്പിയായ വിശ്വകർമാവ് ആ ദേവിക്ക് ദിവ്യമായ ശിരോരത്നവും കുണ്ടലങ്ങളും വളകളും ശുഭ്രമായ അർദ്ധചന്ദ്രവും എല്ലാ കൈകളിലും തോൾവളകളും നിർമ്മലമായ കാൽച്ചിലമ്പുകളും അത്യുത്തമമായ ഖണ്ഡഭാരവും എല്ലാ വിരലുകളിലും ശ്രേഷ്ഠങ്ങളായ മോതിരങ്ങളും ഏറ്റവും നിർമ്മലമായ കോടാലിയും പലവിധത്തിലുള്ള അസ്ത്രങ്ങളും മുറിക്കാൻ പാടില്ലാത്ത കവചവും കൊടുത്തു. അങ്ങനെ ദേവശില്പിയായ വിശ്വകർമാവ് എന്ത് കൊടുക്കുകയാണ് ദേവിക്ക്? ദിവ്യമായ ശിരോരത്നങ്ങള്, അതുപോലെ കുണ്ടലങ്ങള്, വളകള്, ശുഭ്രമായ ചന്ദ്രവും അതുപോലെ എല്ലാ കൈകളിലും തോൾവളകളും നിർമ്മലമായ കാൽച്ചിലമ്പുകളും അത്യുത്തമമായ ഖണ്ഡാഭരണവും എല്ലാ വിരലുകളിലും ശ്രേഷ്ഠമായ മോതിരങ്ങളും ഏറ്റവും നിർമ്മലമായ കോടാലിയും അതുപോലെ പല വിധത്തിലുള്ള അസ്ത്രങ്ങളും മുറിക്കാൻ പാടില്ലാത്ത കവചവും ഒരിക്കലും ആർക്കും മുറിക്കാൻ സാധിക്കാത്ത കവചവും കൊടുക്കുകയാണ്. ആരാണ്? ദേവശില്പിയായ വിശ്വകർമാവ് ദേവിക്ക് ഇതെല്ലാം കൊടുക്കുകയാണ്. ദേവശില്പി ദിവ്യമായ ശിരോരത്നവും കുണ്ടലങ്ങളും വളകളും ശുഭ്രമായ അർദ്ധചന്ദ്രനെ പോലുള്ള നെറ്റിപ്പട്ടവും എല്ലാ കൈകളിലേക്കും തോൾവളകളും നിർമ്മലമായ പാദസരങ്ങളും അത്യുത്തമമായ കണ്ഠാഭരണവും എല്ലാ വിരലുകൾക്കും ശ്രേഷ്ഠങ്ങളായ മോതിരങ്ങളും അതിനിർമ്മലമായ ഘടാരവും പലവിധത്തിലുള്ള അസ്ത്രങ്ങളും അതുപോലെ തന്നെ മുറിക്കാൻ പാടില്ലാത്ത ചട്ടയും ആ ദേവിക്ക് കൊടുക്കുകയാണ്. ക്ഷീരോദച്ചാമലം കടകാനി ച സ്വാഹ അർദ്ധചന്ദ്രം അനുത്തമം സ്വാഹ അങ്കുലീയക നിർമ്മലം സ്വാഹ അമ്ലാന പങ്കജാമാലാം ശിരസ്യുരസി ചാപരാം അദജ്ജലധി നിസ്തൈസ്യ പങ്കജാക്ഷാതിശോഭനം ഹിമവാൻ വാഹനം സിംഹം രത്നാനി വിവിധാനി ചാം. സമുദ്രം ആ ദേവിക്ക് ശിരസിലും മാറിലും ഒരിക്കലും വാടാത്ത ഓരോ പങ്കജമാലയും അതിമനോഹരമായ താമരപ്പൂവും ഹിമവാൻ സിംഹവാഹനവും പല വിധത്തിലുള്ള രത്നങ്ങളും കൊടുത്തു. അങ്ങനെ സമുദ്രം എന്ത് ചെയ്യുകയാണ്? സമുദ്രം ആ ദേവിക്ക് ശിരസിലും മാറിലും ഒരിക്കലും വാടാത്ത വനമാല പങ്കജമാലയും അതിമനോഹരമായ താമരപ്പൂവും, അതായത് താമരപ്പൂ കൊണ്ടുള്ള അതിമനോഹരമായ മാലയും അതുപോലെ താമരപ്പൂവും നൽകുകയാണ്. ഹിമവാനാണെങ്കിലോ സിംഹവാഹനവും, ഹിമവാൻ സിംഹത്തെ വാഹനമായിട്ട് ദേവിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ പല വിധത്തിലുള്ള രത്നങ്ങളും കൊടുക്കുകയാണ് ദേവിക്ക്. അസ്ത്രാണ്യാനേകരൂപാണി ചാപരാം സ്വാഹ അദജ്ജലധിസ്തസ്യ വിവിധാനി ച സ്വാഹ ദദാവശൂന്യം സുരയാ പാനപാത്രം ധനാധിപഃ ശേഷശ്ച സർവനാഗേശോ മഹാമണിവിഭൂഷിതം നാഗഹാരം ദദൗ തസ്യൈ ദത്തേയഃ പൃഥിവീമിമാം. വൈശ്രവണൻ സുധ കൊണ്ട് സർവദാ പരിപൂർണമായിരിക്കുന്ന പാനപാത്രവും ഈ ഭൂമിയെ ധരിക്കുന്നവനും സകല നാഗങ്ങളുടെയും അധിപനുമായ അനന്തൻ ശ്രേഷ്ഠങ്ങളായ രത്നങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട നാഗഹാരവും ദേവിക്ക് കൊടുത്തു. അങ്ങനെ വൈശ്രവണൻ എന്ത് ചെയ്യുകയാണ്? സുധ കൊണ്ട് സർവദാ പരിപൂർണനായിരിക്കുന്ന പാനപാത്രം, എപ്പോ വേണമെങ്കിലും അതില് പാനം ഉണ്ടാകാം. ആ പാനപാത്രവും അതുപോലെ ഈ ഭൂമിയെ ധരിക്കുന്നവനും സകല നാഗങ്ങളുടെയും അധിപനുമായ അനന്തൻ ശേഷനാഗം ശ്രേഷ്ഠങ്ങളായ രത്നങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട നാഗഹാരവും ദേവിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അനന്തൻ എന്ത് ചെയ്യുകയാണ്? ശ്രേഷ്ഠങ്ങളായിട്ടുള്ള നാഗഹാരം ദേവിക്ക് കൊടുക്കുകയാണ്. ശ്രീദേവി 18 കൈകളോട് കൂടിയവളും 1000 കൈകളോട് കൂടിയവളും ആണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ശ്രീദേവി എന്താണ്? 18 കൈകളോട് കൂടിയവളും 1000 കൈകളോട് കൂടിയവളുമാണ് ശ്രീദേവി എന്ന് പറയുന്നത്. അഷ്ടദശഭുജാ പൂജ്യാ സഹസ്രഭുജാ സതീ. 18 കൈകളിൽ ധരിക്കേണ്ട ആയുധങ്ങളെ കൊടുത്തു എന്ന് വിശേഷമായും മറ്റ് ദേവന്മാർ ആയുധങ്ങളെയും ഭൂഷണങ്ങളെയും കൊടുത്തു എന്ന് സാമാന്യമായും പറഞ്ഞിരിക്കുന്നു. അതായത് ഈ 18 കൈകളിലും ദേവിക്ക് ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങളെയാണ് ഈ ദേവന്മാരെല്ലാവരും തന്നെ ശിവഭഗവാനും വിഷ്ണു ഭഗവാനും മറ്റ് ബ്രഹ്മാവും മറ്റ് ദേവന്മാരും എല്ലാവരും ഈ ദേവിക്ക് ശ്രീദേവിക്ക് കൊടുത്തത്.
ആയുധാന്യത്ര വക്ഷ്യന്തെ ദക്ഷിണാദഃ കരക്രമാൽ അക്ഷമാലാ ച കമലം ബണോസിഹ കുലിശം ഗതാ ചക്രത്രിശൂലഃ പരശുഃ ശംഖോ ഖണ്ഡാജ പാശകഃ ശക്തിർദണ്ഡ ചർമ്മ ചാപം പാനപാത്രം കമണ്ഡലുഃ അലംകൃതഭുജാ മേ ഫിരായുധൈഃ കമലാസനാം സർവദേവമയീമിഷാം മഹാലക്ഷ്മീമാം നൃപാ പൂജയൻ സർവലോകാനാം സദേവാനാം പ്രഭുർഭവേൽ. അതുകൊണ്ട് ഈ ദേവി ബ്രാഹ്മിയാണെന്നും വൈഷ്ണവിയാണെന്നും ത്രിഗുണങ്ങളോട് കൂടിയവളാണെന്നും മൂലശക്തിയുടെ അവതാരമാണെന്നും വെളിപ്പെടുന്നു. അതുകൊണ്ടാണ് ഇവിടെ ബ്രഹ്മാദികളുടെയും ഇന്ദ്രാദികളുടെയും ശരീരത്തിൽ നിന്നുണ്ടായ തേജസ് ദേവീ വിഗ്രഹ രൂപമായി പ്രത്യക്ഷപ്പെട്ടു എന്നും ആ ദേവന്മാരാൽ തന്നെ അവരവരുടെ ആയുധങ്ങളിൽ നിന്നു ആകർഷിച്ച ആയുധങ്ങളും കൊടുക്കപ്പെട്ടു എന്നും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദേവി ബ്രാഹ്മിയാണെന്നും വൈഷ്ണവിയാണെന്നും ത്രിഗുണങ്ങളോട് കൂടിയവളാണെന്നും മൂലശക്തിയുടെ അവതാരമാണെന്നും വെളിപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ബ്രഹ്മാദികളുടെയും ഇന്ദ്രാദികളുടെയും ശരീരത്തിൽ നിന്നുണ്ടായ തേജസ് ദേവീ വിഗ്രഹ രൂപമായി പ്രത്യക്ഷപ്പെട്ടു എന്നും ആ ദേവന്മാരാൽ തന്നെ അവരവരുടെ ആയുധങ്ങളിൽ നിന്നും ആകർഷിച്ച് ആയുധങ്ങളും കൊടുക്കപ്പെട്ടു എന്നും പറഞ്ഞിരിക്കുന്നത്. അതായത് ദേവന്മാരുടെ തന്നെ ആയുധങ്ങളിൽ നിന്ന് ആകർഷിച്ച മറ്റൊരു ആയുധമാണ് ദേവിക്കും കൊടുത്തിരിക്കുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ സകല ശക്തികളും സകല ദേവന്മാരുടെയും വിഷ്ണു ഭഗവാന്റെ, കൃഷ്ണന്റെ, അതുപോലെ ബ്രഹ്മാവിന്റെ, ശിവഭഗവാന്റെ, മറ്റ് ദേവന്മാരുടെ, അങ്ങനെ എല്ലാവരുടെയും ശക്തികളെല്ലാം ഒരുമിച്ചിട്ടുള്ള ആ ശക്തിയാണ്, ആ തേജസ്സാണ്, ആ ചൈതന്യ സ്വരൂപിണിയാണ് ദേവി, ആദി പരാശക്തി ശ്രീദേവി എന്ന് പറയുന്നത്. ജഗൽകാര്യ നിർവഹണത്തിനായി ഏകദേശ ശക്തി രൂപേണ ദേവി തന്നെ അംശങ്ങളായി പരിണമിച്ചിരിക്കുന്ന അതാത് ദേവന്മാർ മഹിഷവധം കൊണ്ട് ലോകരക്ഷയെ ചെയ്യുന്നതിനായി ഒന്നായി ചേർന്ന് ദേവീരൂപത്തെ പ്രാപിച്ചു. ഇതുപോലെ തന്നെ അവരുടെ ആയുധങ്ങളും ദേവീ ശക്തിയാംശങ്ങൾ തന്നെയാകുന്നു. അഹം വിഫ്യൂത ബഹുഫീഹി എന്ന തൃതീയ ചരിത്രത്തിലും. അതായത് ദേവിക്ക് ഇതെല്ലാം നൽകപ്പെട്ടു. അപ്പൊ ദേവിയിൽ നിന്ന് തന്നെയാണ് ഈ ദേവന്മാരെല്ലാം ഉത്ഭവിച്ചത് എന്ന് പറയുകയാണ് ഇവിടെ. അതായത് ദേവിക്ക് അത്രയും ശക്തികളും ആ ദേവന്മാരുടെ എല്ലാവരുടെയും ആ ആയുധങ്ങളും എല്ലാം തന്നെ ദേവിക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത്രയും വലിയ ശക്തി സ്വരൂപിണിയാണ്, ശക്തി തേജസ്സാണ് ദേവി എന്നാണ് ഇവിടെ പറയുന്നത്. മഹാലക്ഷ്മീരഹം ശക്ര പുനഃ സ്വായം ഭവേ ഭന്തരേ ഹിതായ സർവദേവാനാം ജാതാ മഹിഷമർദിനി മദീയാഃ ശക്തിലേശാ യേ തത്ര ദേവശരീരകാഃ ധൃതം മയാ തൈഃ സംഭൂതൈഃ രൂപം പരമശോഭനം ആയുധാനി ച ദേവാനാം യാനി യാനി സുരേശ്വര മച്ഛക്തയസ്തദാ കാരണ്യായുധാനി മമാഭവൻ. നാഗഹാരം ദേവാ ദദാവ ശൂന്യം വിഭൂഷിതം സ്വാഹാ അന്യൈരപി സുരൈർദേവി ഭൂഷണൈരായുധൈസ്തദാ സമ്മനിദാനാനദോച്ചട്ടഹാസം മുഹുർമുഹുഃ തസ്യാനാദേന ഘോരേണ കൃഷ്ണാമപാപുരീദം നഭഃ. ദേവി മറ്റുള്ള ദേവന്മാരാലും അപ്രകാരം ഭൂഷണങ്ങളെയും ആയുധങ്ങളെയും കൊണ്ട് സമ്മാനിതയായിട്ട് വീണ്ടും വീണ്ടും ഉച്ചകത്തിൽ അട്ടഹാസം ചെയ്തു. ദേവിയുടെ ഭയങ്കരമായ ആ നാദത്താൽ ആകാശം മുഴുവൻ നിറഞ്ഞു. അങ്ങനെ ദേവി ഇതെല്ലാം സ്വീകരിച്ചിട്ട് ആ തേജസ്സോടുകൂടി നിന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ദേവി ഘോര അട്ടഹാസം മുഴക്കുകയാണ്. ആ ദുഷ്ടനായ മഹിഷാസുരനെ വധിക്കുവാൻ വേണ്ടിയിട്ട് ദേവി ഘോര അട്ടഹാസം മുഴക്കുകയാണ്. അങ്ങനെ ദേവിയുടെ ആ ഘോര അട്ടഹാസം കൊണ്ട് ആകാശം മുഴുവനും നിറഞ്ഞു. ആ നാദത്താൽ, ഭയങ്കരമായ ആ നാദം ആകാശം മുഴുവനും നിറയുകയാണ്. അങ്ങനെ പ്രപഞ്ചം മുഴുവൻ ആ ഘോര അട്ടഹാസത്താൽ നിറയുകയാണ്. മറ്റുള്ള ദേവന്മാരും സർവാഭരണങ്ങളും സർവായുധങ്ങളും കൊടുത്തത് കൊണ്ട് പൂജിതയായ ദേവി അത്യതിഹാസത്തോടുകൂടി ഉച്ചത്തിൽ പിന്നെയും പിന്നെയും ശബ്ദിച്ചു. ദേവിയുടെ ആ ഘോരമായ സിംഹനാദം കൊണ്ട് ആകാശം മുഴുവനും കബലീകരിക്കപ്പെട്ടു. അങ്ങനെ ദേവിയുടെ ആ ഘോരമായിട്ടുള്ള അട്ടഹാസം കൊണ്ട് ആ ആകാശം മുഴുവനും ഇങ്ങനെ മുഴങ്ങുകയാണ്.
ആനന്ദം ഹേതുവായിട്ടിരിക്കുന്ന ഈ സിംഹനാദം തന്റെ ശത്രുക്കളെ യുദ്ധത്തിൽ താൻ സംഹരിക്കുമെന്നുള്ള വീരരസ സാവിർഭാവത്തെ സൂചിപ്പിച്ചതാകുന്നു. അങ്ങനെ ഈ ഘോരാട്ടഹാസം ദേവി മുഴക്കുന്നത് തന്റെ ഈ ഘോരാട്ടഹാസം മുഴക്കിക്കൊണ്ട് തന്റെ ശത്രുക്കളെ എല്ലാം, ശത്രുക്കളായിട്ട് നിൽക്കുന്ന ദുഷ്ടന്മാരെ എല്ലാം, ദുഷ്ടനായ മഹിഷാസുരനെ എല്ലാം ദേവി നിഗ്രഹിക്കും എന്നുള്ളതാണ് ഈ ഘോര അട്ടഹാസം ദേവി മുഴക്കുന്നതിന്റെ ഇതെന്ന് പറയുന്നത്. അത് സൂചിപ്പിച്ചിട്ടാകുന്നു. നാഗഹാരം രായുധൈസ്തദാ സ്വാഹ സമ്മാനിതാ മാപുരിതം നഭഃ സ്വാഹ അമായതാഹതി മഹതാ പ്രതിശബ്ദോ മഹാനഹുൽ ചുക്ഷുഹ സകലാലോകഃ സമുദ്രാച ഗംഭീരേ. അളവറ്റ ആ നാദത്താൽ വലിയ മാറ്റൊലി ഉണ്ടായി ലോകങ്ങളെല്ലാം കുലുങ്ങുകയും സമുദ്രങ്ങൾ കലങ്ങുകയും ചെയ്തു. അളവറ്റ ആ നാദത്താൽ എന്ത് ചെയ്യുകയാണ്? വലിയ മാറ്റൊലി ഉണ്ടാവുകയും ലോകങ്ങളെല്ലാം ഇങ്ങനെ കുലുങ്ങി വിറയ്ക്കുകയും അതുപോലെ സമുദ്രങ്ങൾ കലങ്ങുകയും ചെയ്യുകയാണ്. അമാസക സമീപേചാം. ദൂരത്തിൽ ഗമിക്കുന്നതും അതിമഹത്വമായ ആ ഘോരനാദം കൊണ്ടുണ്ടായ മാറ്റൊലി വലുതായി തീർന്നു. അത് നിമിത്തം എല്ലാ ലോകങ്ങളും ശോഭിച്ചു, സമുദ്രങ്ങൾ ഇളകി. അങ്ങനെ സമുദ്രങ്ങൾ വരെ ഈ ഘോര ശബ്ദം കേട്ടിട്ട് ഇളകി മറിയുകയാണ്. പ്രപഞ്ചം എല്ലാം ഇങ്ങനെ പ്രകമ്പനം കൊള്ളുകയാണ്. അമായതാദി ചഗംബിരേ സ്വാഹ ചചാലവസുധാചേലുഹ സകലാച മഹീധരാഹ ജയേതി ദേവാച മുദാതാമൂജുഹ സിംഹവാഹിനീം. ഭൂമി കുലുങ്ങി, പർവ്വതങ്ങളെല്ലാം ഇളകി. ദേവകൾ സിംഹവാഹിനിയായ ആ ദേവിയോട് ജയിച്ചാലും ജയിച്ചാലും എന്നിങ്ങനെ സന്തോഷത്തോടു കൂടി പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യണം? ഭൂമിയെല്ലാം കുലുങ്ങുകയാണ്. അതേപോലെ പർവ്വതങ്ങളെല്ലാം ഇങ്ങനെ വിറയ്ക്കുകയാണ്. ദേവകളെല്ലാം ആ സിംഹവാഹനയായ ദേവിയോട് സർവോത്കർഷേണെ വർദ്ധിച്ചാലും, ജയിച്ചാലും ദേവി, ജയിച്ചാലും ദേവി, ആ മഹിഷാസുരനെ വധിച്ചാലും ദേവി എന്നിങ്ങനെ ദേവന്മാരെല്ലാം ഇങ്ങനെ ആർത്ത് പറയുകയാണ്. തുഷ്ടുവുർമനയച്ഛാനാം ഭക്തിനന്മാത്മമൂർത്തയഃ ദൃഷ്ട്വാ സമസ്തം സംശുബ്ധം ത്രൈലോക്യമമാരയഃ സന്നദ്ധാഖില സൈന്യാസ്തേ സമുത്തസ്തുരുദായുധഃ. മുനികൾ ഭക്തി നിമിത്തം നമിക്കപ്പെട്ട സ്വശരീരങ്ങളോട് കൂടിയവരായിട്ട് ഈ ദേവിയെ സ്തുതിച്ചു. അങ്ങനെ മുനിമാരെല്ലാം എന്ത് ചെയ്യുകയാണ്? ഭക്തി നിമിത്തം നമിക്കപ്പെട്ട, അങ്ങനെ ശിരസ് കുനിച്ചുകൊണ്ട് ആ ദേവിയെ ഭക്തിപൂർവം ദേവിയെ സ്തുതിക്കുകയാണ്. ത്രൈലോകം മുഴുവനും ഇളകിയതായി കണ്ട് മഹിഷൻ മുതലായ അസുരന്മാർ തയ്യാറാക്കപ്പെട്ട സകല സൈന്യങ്ങളോടും ഉയർത്തിപ്പിടിക്കപ്പെട്ട ആയുധങ്ങളോട് കൂടിയവരായിട്ട് എഴുന്നേറ്റു. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ എന്താണിത് സംഭവിക്കുന്നതെന്ന് അറിയാതെ ആ ദുഷ്ടന്മാരായ അസുരന്മാരെല്ലാം ഇങ്ങനെ എഴുന്നേൽക്കുകയാണ്. തുഷ്ടുവുർമനയഃ മമരാരയഃ സ്വാഹ ആകിമേദദിതി ക്രോധാഭാഷ്യ മഹിഷാസുരഃ അവ്യദാവദാതം ശബ്ദമാശേഷൈരസുരൈർവൃതഃ. മഹിഷാസുരൻ ഇതെന്ത് എന്നിങ്ങനെ കോപം മൂലം പറഞ്ഞിട്ട് എല്ലാ അസുരന്മാരോടും കൂടി ആ സിംഹനാദത്തിന്റെ നേരെ ഓടി. മഹിഷാസുരൻ എല്ലാ അസുരന്മാരാലും ചുറ്റപ്പെട്ടവനായിട്ട് ദേവിയുടെ ആ സിംഹനാദത്തെ അഭിമുഖീകരിച്ചിട്ട് ഓടി. അങ്ങനെ മഹിഷാസുരൻ എന്ത് ചെയ്യാണ്? ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഓർത്തിട്ട് ആ ദുഷ്ടന്മാരായ അസുരന്മാരും ഒക്കെ ആയിട്ട് ഈ മഹിഷാസുരൻ ഓടി വരികയാണ്. മുമ്പിൽ ഒരു ദൂതനെ അയച്ച് വിവരമറിയാതെയും തനിക്ക് മുമ്പിൽ സൈന്യങ്ങളെ ഒന്നും അയക്കാതെയും യുദ്ധത്തിന് ആദ്യം താൻ തന്നെ പുറപ്പെട്ടത് കൊണ്ട് ആ മഹിഷാസുരൻ രൂപം കൊണ്ട് മാത്രമല്ല സ്വഭാവം കൊണ്ടും തമോ ഗുണ പ്രധാനമാണെന്ന് വെളിവാകുന്നു. അതുകൊണ്ട് തന്നെയാണ് രജസത്വഗുണ പ്രധാനിയായ ദേവി അവനെ വധിക്കുന്നത്. അങ്ങനെ ഈ ദുഷ്ടനായ മഹിഷാസുരൻ എന്ന് പറയുന്നത് തമോ ഗുണം മാത്രമാണ് ഈ ദുഷ്ടനായ മഹിഷാസുരനുള്ളത്. അങ്ങനെ തമോ ഗുണ പ്രധാനിയായ ഈ ദുഷ്ടനായ മഹിഷാസുരനെ ഇത്രയും ദുഷ്ടനായത് കൊണ്ട് തന്നെയാണ് സത്വരജസ് ഗുണത്തിൽ അധികമായിട്ടുള്ള ആ ദേവി ആ ദുഷ്ടനായ അസുരനെ വധിക്കുന്നത്. സന്നദ്ധാഖില മഹിഷാസുരഃ സ്വാഹ സദദർശാ തദോ ദേവീം വ്യാപ്തലോകത്രയാം ദിശാ പാദാക്രാന്ത്യാ തനുഭവം കിരീടോലിഖിതാംബരം ശോഭിതാശേഷ പാതാളാം ധനുർജോനിഹ സ്വനേന താം ദിശോ ഭുജസഹസ്രേണ സമന്താദ്വ്യാപ്യ സംസ്ഥിതാം.
അനന്തരം ആ മഹിഷാസുരൻ തേജസ് കൊണ്ട് വ്യാപിച്ചിരിക്കുന്ന 3 ലോകങ്ങളോടും കാൽ ചവിട്ടിക്കൊണ്ട് താഴ്ത്തപ്പെട്ട ഭൂമിയോടും കിരീടത്താൽ സ്പർശിക്കപ്പെട്ട ആകാശത്തോടും വില്ലിന്റെ ഞാണൊലുകൊണ്ട് ഇളക്കപ്പെട്ട അശേഷ പാതാള കലകളോടും പാതാള ലോകങ്ങളോടും കൂടിയവളായും അസംഖ്യം കൈകളാൽ ചുറ്റും ദിക്കുകളെ വ്യാപിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നവളായും ഇരിക്കുന്ന ആ ദേവിയെ കണ്ടു. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ഈ ദുഷ്ടനായ മഹിഷാസുരൻ ആ തേജസ് കൊണ്ട് വ്യാപിച്ചിരിക്കുന്ന 3 ലോകങ്ങളോടും കാൽ ചവിട്ടിക്കൊണ്ട് താഴ്ത്തപ്പെട്ട ഭൂമിയോടും കിരീടത്താൽ സ്പർശിക്കപ്പെട്ട ആകാശത്തോടു കൂടിയും വില്ലിന്റെ ഞാണലുകൊണ്ട് ഇളകപ്പെട്ട അശേഷ പാതാള ലോകങ്ങളോട് കൂടിയവളായും അസംഖ്യം കൈകളാലും ചുറ്റും ദിക്കുകളെ വ്യാപിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നവളുമായും ഇരിക്കുന്ന ആ ദേവിയെ കാണുകയാണ്. അങ്ങനെ ഓടിച്ചെന്നതിന് ശേഷം ആ മഹിഷാസുരൻ കാന്തി കൊണ്ട് വ്യാപിച്ചിരിക്കുന്ന 3 ലോകങ്ങളോടും കാൽ ചവിട്ടിക്കൊണ്ട് നമിക്കപ്പെട്ട ഭൂമിയോടും കിരീടം കൊണ്ട് സ്പർശിക്കപ്പെട്ട ആകാശത്തോടും വില്ലിന്റെ ഞാണല് കൊണ്ട് ഇളക്കപ്പെട്ട വില്ലിന്റെ ആ ഞാണല് കൊണ്ട് ഇളക്കപ്പെട്ട സകല പാതാളങ്ങളോടും അനേകം കൈകളാൽ ചുറ്റും 10 ദിക്കുകളെ വ്യാപിച്ചിരിക്കുന്ന ആ ദേവിയെ കാണുകയാണ്. അവ്യദാവദാ ലോകത്രയം തിഷ്വാ സ്വാഹ പാദാക്രാന്ത്യ നിഗസ്വനേന താം സ്വാഹ തതഃ പ്രവവൃത്തെ യുദ്ധം തയാ ദേവ്യാസുരദ്വിഷാം ശസ്ത്രാസ്ത്രൈർബഹുധാ മുക്തൈരാദീപീത ദിഗന്ധരം. അനന്തരം ആ ദേവിയും അസുരന്മാരും തമ്മിൽ പലവിധത്തിൽ പ്രയോഗിക്കപ്പെട്ട ശസ്ത്രശാസ്ത്രങ്ങളെ കൊണ്ട് ദിക്കെല്ലാം പ്രകാശിക്കത്തക്ക വണ്ണം പ്രകർഷേണ യുദ്ധമുണ്ടായി. അങ്ങനെ അനന്തരം ആ ദേവിയും അസുരന്മാരും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു യുദ്ധം ഉണ്ടാവുകയാണ്. ദേവീ ദർശനാന്തരം ആ ദേവിയോടുകൂടി മഹിഷാസുരാദികൾക്ക് പലവിധത്തിൽ പ്രയോഗിക്കപ്പെട്ട ഖണ്ഡബാണാദികളാൽ പ്രകാശിക്കപ്പെട്ട ദിഗന്ധരത്തോട് കൂടും വണ്ണം പ്രകർഷേണ യുദ്ധമുണ്ടായി. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഘോരമായിട്ടുള്ള യുദ്ധം ഉണ്ടാവുകയാണ്. ദിശോ ഭുജ സുരദ്വിഷാം സ്വാഹ മഹിഷാസുരേ സേനാനി ചിക്ഷുരാഖ്യോ മഹാസുരഃ യുയുധേ ചാമര ചാന്യൈ ചതുരംഗബലാന്വിതഃ രഥാനാമയുതൈഃ ഷഡ്വിരുദ്ധഗ്രോഖ്യഃ മഹാസുരഃ. മഹിഷാസുര സേനാപതിയായ ചിക്ഷുരൻ എന്ന മഹാസുരനും ചതുരംഗ സൈന്യത്തോടും കൂടി മറ്റ് അസുരന്മാരോടും കൂടി ചാമരനും 60,000 രഥങ്ങളോടുകൂടി ഉദഗ്രൻ എന്ന അസുരനും യുദ്ധം ചെയ്തു. അങ്ങനെ മഹാഹനു 1 കോടി തേരുകളോടുകൂടിയും അസിലോമാവ് എന്ന മഹാസുരൻ 5 കോടി രഥങ്ങളോടുകൂടിയുമായിട്ടാണ് ദേവിയോട് യുദ്ധം ചെയ്യുന്നത്. അയുധ്യതാ മഹാസുരഃ സ്വാഹ അയുതാനാം ശതൈഃ ഷഡ്വിർബാഷ്കളോ യയുധേ രണേ ഗജവാജി സഹസ്രൗഖൈരനേകൈഃ പരിവാരിതഃ ഹൃദോരദാനാം ഘോഡ്യാച യുദ്ധേ തസ്മിന്ന യുധ്യതാം. ബാഷ്കളൻ എന്ന അസുരൻ യുദ്ധത്തിൽ 60 ലക്ഷം തേരുകളോടുകൂടി പോർ ചെയ്തു. പരിവാരിതൻ എന്നവൻ അനേകായിരം ആന, കുതിര എന്നിവയുടെ കൂട്ടങ്ങളാലും 1 കോടി തേരുകളാലും ചുറ്റപ്പെട്ടവനായിട്ട് ആ യുദ്ധത്തിൽ പോർ ചെയ്തു. 1 കോടി രഥങ്ങളാൽ ചുറ്റപ്പെട്ടവനായിട്ട് പരിവാരിതൻ എന്നു പേരോട് കൂടിയ അസുരൻ യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ ഉഗ്രദർശൻ എന്ന മഹാസുരൻ അപരിമിതങ്ങളായ ഗജവാജി സഹസ്ര സമൂഹങ്ങളോടും 1 കോടി രഥങ്ങളോടും കൂടിയവനായിട്ട് ദേവിയോട് യുദ്ധം ചെയ്തു എന്നർത്ഥം. അയുധാനാം പരിവാരിതഃ സ്വാഹ. അപ്പോൾ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനുമുള്ള പരിവാരങ്ങളോടുകൂടിയും അതുപോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് 60 ലക്ഷം തേരുകളോടുകൂടിയും അങ്ങനെയൊക്കെയാണ് ഈ ദുഷ്ടനായ അസുരന്മാര് ദേവിയോട് യുദ്ധം ചെയ്യുന്നത്. ഈ മഹിഷാസുരന്റെ സൈന്യമാണ്, അങ്ങനെയുള്ള ദുഷ്ടന്മാരായിട്ടുള്ള മഹിഷാസുര സൈന്യമാണ് ദേവിയോട് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്. അയുധാനാം പരിവാരിതഃ സ്വാഹ ഖിഡാലാഗ്യോ വയുധാനാം ച 50,000 യുയുധേ സംയുഗേ തത്ര രഥാനാം പരിവാരിതഃ. അനന്തരം ബിഡാലൻ എന്ന അസുരനും 500 കോടി രഥങ്ങളാൽ പരിവൃതനായിട്ട് ആ യുദ്ധത്തിൽ പോർ ചെയ്തു. അപ്പം ബിഡാലൻ എന്ന് പറയുന്ന ഒരു അസുരനുണ്ട്. ആ അസുരൻ 500 കോടി രഥങ്ങളാൽ പരിവൃതനായിട്ടാണ് ദേവിയോട് യുദ്ധം ചെയ്യുന്നത്. വൃതോ രഥാനാം രഥായുധൈഃ സ്വാഹ
അന്യേജ തത്രായുധശതോ രഥനാഗഹയർവൃതാഃ യുയുധുഃ സംയുഗേ ദേവ്യാ സഹ തത്ര മഹാസുരഃ. ആ യുദ്ധത്തിൽ മഹിഷാസുരനും തേര്, ആന, കുതിര ഇവയുടെ ലക്ഷം ലക്ഷം കോടികളെ കൊണ്ട് ചുറ്റപ്പെട്ടവനായിട്ട് ദേവിയോട് കൂടി പോർ ചെയ്യുന്നതിന് ഒരുങ്ങി നിന്നു. ചില അസുരന്മാരുണ്ടോ അവരിൽ വെച്ച് മഹാസുരന്മാർ 10,000 വീതം തേര്, ആന, കുതിര ഇവകളോട് കൂടി ദേവിയുമായി യുദ്ധം ചെയ്തു. കോടി കോടി സഹസ്രൈസ്തു രഥാനാം ദന്തിനാം തഥാ ഹയാനാം ച വൃതോ യുദ്ധേ തത്രാൻമൂഹ മഹിഷാസുരഃ. ആ യുദ്ധത്തിൽ മഹിഷാസുരനും തേര്, ആന, കുതിര ഇവയുടെ ലക്ഷം ലക്ഷം കോടികളെ കൊണ്ട് ചുറ്റപ്പെട്ടവനായിട്ട് ദേവിയോട് കൂടി പോർ ചെയ്യുന്നതിന് ഒരുങ്ങി നിന്നു. മഹിഷാസുരനാകട്ടെ ആ യുദ്ധങ്ങളിൽ തേരുകളുടെയും ആനകളുടെയും കുതിരകളുടെയും പ്രത്യേകം കോടി കോടി സഹസ്രങ്ങളെ കൊണ്ട് ചുറ്റപ്പെട്ടവനായിട്ട് ദേവിയുടെ കൂടെ പോര് ചെയ്യുന്നതിന് തയ്യാറായി നിന്നു. മനസ്സിലായോ? കോടിയായിട്ടുള്ള എന്താണ് തേരുകൾ ഒക്കെയാണ്, തേരുകളും പടകളും സൈന്യങ്ങളും ഒക്കെയാണ് ദേവിക്ക് നേരെ അവര് വരുന്നത്. ദേവിക്ക് നേരെ യുദ്ധം ചെയ്യാനായിട്ട് അവര് വരുന്നത്, യുദ്ധം ചെയ്യുന്നത്. തോമൈരർ ഫിന്ദി പാലൈഷ ശക്തി ഫിർമുഖ മുസലൈസ്തദാ യുയുധൂഹ സംയുഗേ ദേവ്യാ ഖഡ്ഗൈഹ പരശു പട്ടിശൈഹ. യുദ്ധത്തിൽ സേനാധിപതിയായ ശിശുരൻ മുതലായ മഹാസുരന്മാർ തോമരങ്ങൾ, കവിണികൾ, വേലുകൾ, ഇരുമ്പുലക്കകൾ, വാളുകൾ, കോടാലികൾ, പട്ടിശകൾ ഈ ആയുധങ്ങളെ കൊണ്ട് ദേവിയോട് യുദ്ധം ചെയ്തു. അങ്ങനെ യുദ്ധത്തിലെ സേനാധിപനായ ദുഷ്ടന്മാരായ അസുരന്മാര്, സേനാധിപതിയായ ശിശുരൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടനായ അസുരൻ എന്ത് ചെയ്യുകയാണ്? തോമരങ്ങള്, കവിണികള്, വേലുകള്, ഇരുമ്പുലക്കുകള്, വാളുകള്, കോടാലികള്, പട്ടിശകള് എന്ന് പറയുന്ന ഈ ആയുധങ്ങളെ എല്ലാം കൊണ്ട് ദേവിയോട് യുദ്ധം ചെയ്യുകയാണ്. കേജിച്ച ചിക്ഷിപൂഹ ശക്തിഹ കേജിൽ പാംശാസ്തദാഹ പരേ ദേവീം ഖഡ്ഗപ്രഹാരൈസ്തു തേ താം ഹന്തും പ്രചക്രമൂഹ. യുദ്ധാരംഭത്തിനു ശേഷം ചില മഹാസുരന്മാർ ദേവിയെ കൊല്ലുന്നതിന് വേലുകൾ പ്രയോഗിച്ചു. ചിലർ പാശങ്ങൾ വീശി അപ്രകാരം അത്യുത്സാഹം ചെയ്തു. അങ്ങനെ ദേവിയെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരെ പല വിധത്തിലുള്ള വേലുകളൊക്കെ പ്രയോഗിക്കുകയാണ് ദേവിയുടെ നേർക്ക്. ചിലരാണെങ്കിൽ എന്ത് ചെയ്യുകയാണ്? പാശങ്ങളൊക്കെ വീശുകയാണ്. സാവവി ദേവി തതസ്ഥാനി ശസ്ത്രാണ്യസ്ത്രാണി ചണ്ഡിക ലീലയൈവ പ്രചിച്ഛേദാ നിജശസ്ത്രാസ്ത്രവർഷിണി. അനന്തരം ആ ചണ്ഡികാദേവിയും ദൈത്യന്മാരുടെ ശസ്ത്രങ്ങളെയും അസ്ത്രങ്ങളെയും തന്റെ ശസ്ത്രാസ്ത്രങ്ങളെ കൊണ്ട് കളിയായിട്ട് തന്നെ മുറിച്ചു. അപ്പോ ദേവിയുടെ നേർക്ക് വരുന്ന ഈ ശസ്ത്രാസ്ത്രങ്ങളെയൊക്കെ എന്ത് ചെയ്യണം? ദേവി വെറും നിസ്സാരമായിട്ട് കളിയായിട്ട് കണ്ട് ഈ ശസ്ത്രാസ്ത്രങ്ങളെ എല്ലാം മുറിച്ചു കളയുകയാണ്. അനന്തരം ജയശീലയായ ചണ്ഡികാദേവിയും ആത്മീയങ്ങളായ ബാണായുധങ്ങളെയും കളിയായിട്ട് തന്നെ ഖഡ്ഗിച്ചു. അങ്ങനെ കളിയായിട്ട് വെറും നിസ്സാരമായിട്ട് കണ്ടിട്ട് ദേവി എന്ത് ചെയ്യും? ഇതെല്ലാം കണ്ടിച്ച് കളയുകയാണ്. നിഷ്ഫലം ഇതെല്ലാം കണ്ടിച്ച് അതെല്ലാം നശിപ്പിച്ച് കളയുകയാണ്. അനായാസ്തദാ ദേവി സ്തൂയമാനാ സുരർഷിഫീഹ മുമോചാസുരദേഹേഷു ശസ്ത്രാണ്യസ്ത്രാണി ജേശ്വരീ. യാതൊരു വാട്ടവും കൂടാത്ത മുഖത്തോടു കൂടിയവളും നാരദാദി ദേവർഷികളാൽ സ്തുതിക്കപ്പെടുന്നവളും ഈശ്വരീയമായിരിക്കുന്ന ദേവി അസുരന്മാരുടെ ദേഹങ്ങളിൽ ശസ്ത്രാസ്ത്രങ്ങളെ പ്രയോഗിക്കുകയും ചെയ്തു. അങ്ങനെ യാതൊരു വാട്ടവും മുഖത്തില്ല ദേവിക്ക്. നാരദാദി ദേവർഷികളാൽ സ്തുതിക്കപ്പെടുന്നവളാണ് ദേവി എന്ന് പറയുന്നത്. ഈശ്വരീയമായിരിക്കുന്ന ആ ദേവി അസുരന്മാരുടെ ദേഹങ്ങളിൽ ശസ്ത്രാസ്ത്രങ്ങളെ പ്രയോഗിക്കുകയും ചെയ്തു. അങ്ങനെ അസുരന്മാരുടെ ദേഹങ്ങളിൽ ആ ദേവി ശസ്ത്രാസ്ത്രങ്ങളെ പ്രയോഗിക്കുകയാണ്. ലീലയൈവ സുരർഷിഫീഹ സ്വാഹ സോഹബി ക്രുദ്ധോ ദുദസഡോ ദേവ്യാ വാഹന കേസരി ചചാര സുരാ സൈനേഷു വനേഷു ബാഹുദാശന. ദേവിയുടെ ഈ പ്രസാദിക്കപ്പെട്ട വാഹന സിംഹവും കോപത്തോടുകൂടി കുഞ്ചുരോമങ്ങളെ ഇളകിക്കൊണ്ട് അസുര സൈന്യങ്ങളിൽ കാടുകളിൽ തീ എന്ന പോലെ സഞ്ചരിച്ചു. അങ്ങനെ ഈ ദേവിയുടെ വാഹനമായ സിംഹം എന്ത് ചെയ്യുകയാണ്? കാട്ടുതീ പടർന്ന പോലെ കോപത്തോടുകൂടി കുഞ്ചുരോമങ്ങളെ ഇളകിക്കൊണ്ട് അസുര സൈന്യങ്ങളിൽ കാടുകളിൽ തീ പടർത്തുന്ന പോലെ എല്ലാവരെയും ആക്രമിക്കുകയാണ് ആ സിംഹം. ദേവിയുടെ വാഹനമായ സിംഹം, ആ സിംഹം എന്ത് ചെയ്യണം? എന്നിട്ട് തീ വർഷിക്കുകയാണ്, ഘോരമായ തീ വർഷിക്കുകയാണ്. എന്നിട്ട് എല്ലാ ദുഷ്ടന്മാരായ അസുരന്മാരെ എല്ലാം ആ ഘോരമായ സിംഹം വധിക്കുകയാണ്.
വനങ്ങളെ അഗ്നി ദഹിപ്പിക്കുന്നത് പോലെ അസുര സൈന്യങ്ങളെ നശിപ്പിക്കുന്നത് കൊണ്ട് സിംഹത്തിന് അഗ്നി സാദൃശ്യവും, കാട്ടുതീ പിടിക്കപ്പെട്ട് വനങ്ങൾ ഭവിക്കുന്നത് പോലെ നാശത്തെ പ്രാപിക്കുന്നത് കൊണ്ട് അസുര സൈന്യത്തിന് വനസാദൃശ്യവും പറയപ്പെട്ടു. അതായത് ആ അഗ്നി കൊണ്ടാണ് വനങ്ങളെല്ലാം നശിക്കുന്നത് അല്ലെ. അതുപോലെ ആ വനത്തിൽ കാട്ടുതീ പടർന്നു പിടിക്കുമ്പോൾ എങ്ങനെയാണ് അഗ്നി ഉണ്ടാവുന്നത്, അതുപോലെയാണ് ഈ സിംഹത്തിൽ നിന്ന് വരുന്ന അഗ്നി കൊണ്ട് ഈ അസുരന്മാരെല്ലാം ചുട്ട് ഭസ്മമാകുന്നത്. എന്നിട്ട് ഈ സിംഹം അവരെ എല്ലാം ആക്രമിക്കുന്നത്. ദേവീ വാഹന സിംഹധ്യാനം. അപ്പം ദേവിയുടെ വാഹനമായിട്ടുള്ള ആ സിംഹത്തിനെ നമുക്ക് ധ്യാനിക്കാം. അതാണ് ഇനി പറയുന്നത്. ശ്രീവായാ മധുസൂദനോഭസ്യ ശിരസി ശ്രീനീലകണ്ഠഃ സ്ഥിതഃ ശ്രീദേവി ഗിരിജാലലാടഫലകേ വക്ഷഃസ്ഥലേ ശാരദാ ഷഡ്വക്ത്രോ മണിബന്ധസന്ധിഷു തദാ നാഗാസ്തു പാർശ്വസ്ഥിതാഃ കർണൗ യസ്യ തു ചാശിന്യൗ സ ഭഗവാൻ സിംഹോ മമാസ്തിഷ്ഠതഃ യന്നേത്രേ ശശിഭാസ്കരോ വസുകുലം ദന്തേഷു യസ്യ സ്ഥിതം ജിഹ്വായാം വരുണസ്തു ഹും കൃതീരിയം ശ്രീചർച്ചികാ ചണ്ഡികാ ഗണ്ഡൗ യക്ഷയമൗ യദോഷ്ടയുഗളം സന്ധ്യാദ്വയം പൃഷ്ടകേ വ്രജീത്യസ്യ വിരാജത്തെ സ ഭഗവാൻ സിംഹോ മമാസ്തുഷ്ടിതഃ ശ്രീവാസദ്ദിഷു സപ്തവിംശതി മദാ നൃഷാണി സാദ്ര്യാഹൃതി പ്രൗഢാ നിർഗൃണതാ തമോസ്യതോ മഹാക്രൗരൈഃ സമാപൂതനാഃ പ്രാണേയസ്യ തു മാതരഃ പിതൃകുലം യസ്യാസ്ത്യപാനാത്മകം രൂപേ ശ്രീകലാകലേ കചേഷു വിമലാസ്തേഷു മ്രവേരശ്മയഃ. ദേവീ പുരാണം. മുമോജാ വാഹന കേസരി സ്വാഹ. അങ്ങനെയുള്ള ആ വാഹന കേസരിയെയും നമുക്ക് പ്രാർത്ഥിക്കാം. നിശ്വാസാൻ മുമുചേയാം ച യുദ്ധ്യമാനാരണേ ഫംബിക തേ ഏവ സദ്യഃ സംഭൂതാ ഗണാഃ ശതസഹസ്രശഃ. യുദ്ധത്തിൽ ചണ്ഡികാദേവി മഹാസുരന്മാരോട് പൊരുതുകൊണ്ട് വിട്ട ഓരോ ഉച്ഛ്വാസങ്ങളും ലക്ഷം ലക്ഷം ചണ്ഡികാ ഗണങ്ങളായി പരിണമിച്ചു. ചണ്ഡികാദേവി യുദ്ധത്തിങ്കൽ മഹിഷാസുരന്മാരോട് പൊരുതും കൊണ്ട് യാവചില നിശ്വാസങ്ങളെ പുറപ്പെടുവിച്ചോ ആ നിശ്വാസങ്ങൾ തന്നെ പ്രത്യേകം ലക്ഷണത്തിൽ ലക്ഷം ചണ്ഡികാ ഗണങ്ങളായി കാണപ്പെട്ടു. അങ്ങനെ ദേവിയുടെ ആ നിശ്വാസത്തിൽ നിന്ന് തന്നെ ലക്ഷം കണക്കിന് ചണ്ഡികാ ദേവിമാര് വേറെ ഉണ്ടാവുകയാണ്. യുയുധസ്തേ പരശുഭിർ ഫിന്ദി പാലാസി പട്ടിശൈഃ നാശയന്തോഹ സുരഗണാൻ ദേവി ശക്ത്യുപംബൃഹിതാഃ. ആ ചണ്ഡികാ ഗണങ്ങൾ ദേവിയുടെ ശക്തിയാൽ പ്രോത്സാഹിക്കപ്പെട്ടവരായിട്ട് കോടാലി, കവണി, വാൾ, വിസ്തീർണ ഖഡ്ഗം എന്നിവകളെ കൊണ്ട് അസുരഗണങ്ങളെ നശിപ്പിച്ചുകൊണ്ട് യുദ്ധം ചെയ്തു. ദേവിയുടെ രോക്ഷനിശ്വാസത്തിൽ നിന്നുണ്ടായ ആ ഗണങ്ങൾ നിങ്ങൾ യുദ്ധം ചെയ്താലും എന്നിങ്ങനെ ദേവിയാൽ പ്രോത്സാഹിക്കപ്പെട്ടവരായിട്ട് പരശു മുതലായ ആയുധങ്ങളാൽ അസുരഗണങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ആ മഹാസുരന്മാരോട് കൂടി യുദ്ധം ചെയ്തു. അങ്ങനെ ദേവി പറയുകയാണ് ഈ ഗണങ്ങളോട്, ദേവിയുടെ നിശ്വാസത്തിൽ നിന്നുണ്ടായ ഈ ദേവി ഗണങ്ങളോട് എല്ലാവരോടും, ഈ ചണ്ഡികമാരോട് എല്ലാം ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ കൊല്ലൂ, വധിക്കൂ, ആ ദുഷ്ടന്മാരായ അസുരന്മാരെല്ലാം വധിക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ ഈ ദേവിമാരെല്ലാം തങ്ങളുടെ പരശു കൊണ്ട് ആ ദുഷ്ടന്മാരായ അസുരന്മാരെയെല്ലാം, ക്രൂരന്മാരായ അസുരന്മാരെയെല്ലാം വധിക്കുകയാണ്, നിഷ്കരുണം വധിക്കുകയാണ്. അവാദയന്ത പടഹാൻ ഗണാഃ ശങ്കാസ്തദാഹ പരേ മൃദംഗാച തദൈവാന്യേ തസ്മിൻ യുദ്ധ മഹോത്സവേ. ആ യുദ്ധ മഹോത്സവത്തിങ്കൽ ദേവിയുടെ ചില ഗണങ്ങൾ പെരുമ്പറയടിക്കുകയും മറ്റു ചില ഗണങ്ങൾ ശംഖങ്ങളെ മുഴക്കുകയും അപ്രകാരം തന്നെ വേറെ ചില ഗണങ്ങൾ മൃദംഗങ്ങളെ കൊട്ടിഘോഷിക്കുകയും ചെയ്തു. യുദ്ധമാർഗമായി ഗണങ്ങളുടെ ശൗര്യവും ജയസ്വഭാവവും സൂചിപ്പിക്കുന്നതിന് കാരണമാകൊണ്ടാണ് യുദ്ധ മഹോത്സവം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു വലിയ തരത്തിലുള്ള യുദ്ധ മഹോത്സവമാണ്, ആ യുദ്ധങ്ങൾ കൊണ്ടുള്ള ആ ഒരു മഹോത്സവം തന്നെയാണ് അവിടെ നടക്കുന്നത് അല്ലെ. എന്ത് ചെയ്യുകയാണ്? യുദ്ധ മഹോത്സവത്തിങ്കൽ ദേവിയുടെ ഗണങ്ങൾ പെരുമ്പറയടിക്കുകയും അതുപോലെ മറ്റു ഗണങ്ങൾ ശംഖ് മുഴക്കുകയും അപ്രകാരം തന്നെ വേറെ ഗണങ്ങൾ മൃദംഗങ്ങളെ കൊട്ടിഘോഷിക്കുകയും ചെയ്യുകയാണ്. നാശയന്തോസ്തദാ പരേ സ്വാഹ. അങ്ങനെ ഒരു വലിയൊരു ഘോഷം തന്നെ, ഗംഭീരമായിട്ടുള്ളൊരു ഘോഷം തന്നെ നടക്കുകയാണ് അവിടെ. തതോ ദേവി ത്രിശൂലേന ഗദയാ ശക്തിവൃഷ്ടിവീഹ ഖഡ്ഗാദിവിച്ച ശതശോ നിജഗാന മഹാസുരാൻ
അനന്തരം ദേവി ത്രിശൂലം, ഗദ, വേലുകളുടെ വർഷം, വാൾ മുതലായവകളെ കൊണ്ട് അസംഖ്യം അസുരന്മാരെ നിഗ്രഹിച്ചു. യുദ്ധമഹോത്സവത്തിൽ ഉത്സാഹകാരണമായി ചെയ്ത പെരുമ്പറ കൊട്ടിഘോഷിക്ക, ശംഖമുഴക്കുക മുതലായതിനു ശേഷം ദേവി വാൾ മുതലായ ആയുധങ്ങളെ കൊണ്ട് നൂറായി ആ മഹിഷാസുരന്മാരെ നിഗ്രഹിച്ചു. അങ്ങനെ നൂറ് കണക്കിനുള്ള മഹിഷാസുരന്മാരെ ദേവി നിഗ്രഹിക്കുകയാണ്. മൃദംഗാച ശക്തി വൃഷ്ടിഭീഹ സ്വാഹ പാദയാമാസ ചൈവാന്യാൻ ഖണ്ഡാസ്വനമുഹോ വിമോഹിതാൻ അസുരാൻ ഭുവി പശേന ബദ്ധ്വാ ചാന്യാനകർഷയൻ. അനന്തരം ദേവി മണിയുടെ ഗംഭീര ശബ്ദം കൊണ്ട് മൂർച്ഛിക്കപ്പെട്ട ചില അസുരന്മാരെ ഭൂമിയിൽ പതിപ്പിക്കുകയും മറ്റു ചില അസുരന്മാരെ പാശം കൊണ്ട് കെട്ടി ഭൂമിയിലിട്ട് വലിക്കുകയും ചെയ്തു. അനന്തരം ദേവി നിർഘോഷ മൂർച്ഛിതന്മാരായി അന്യന്മാരായിരിക്കുന്ന അസുരന്മാരെ ഭൂമിയിൽ പതിപ്പിക്കുകയും മറ്റു ചില അസുരന്മാരെ കയറുകൊണ്ട് കെട്ടി വലിക്കുകയും ചെയ്തു. അങ്ങനെ ദേവി എന്ത് ചെയ്യുകയാണ്? ചില അസുരന്മാരെ ഭൂമിയിൽ ഇങ്ങനെ പതിപ്പിക്കുകയും ഇടിച്ച് അവരെ നിലം പരിശാക്കുകയും അതിനുശേഷം എന്താ ചില അസുരന്മാരെ എല്ലാം ദേവി തന്റെ കയറുകൊണ്ട് തന്റെ കയ്യിലിരിക്കുന്ന ആ കയറുകൊണ്ട് കെട്ടി വലിച്ച് മുറുക്കി വലിക്കുകയും ചെയ്യുകയാണ് അസുരന്മാരെ. ഖഡ്ഗാദിഭീഹ വിമോഹിതാൻ സ്വാഹ കേജിൽദിതാ കൃതാ സ്ത്രീഷ്ണൈ ഖഡ്ഗപാദൈസ്തദാ പരേ വിബോധിതാ നിപാതേന ഗദയാഹു വിശേരത്തെ വേമുഞ്ച കേജിദ്രുതിരം മുസലേന വൃഷം ഹദാ കേജിന്നി പതിതാ ഭൂമൗ ഭിന്നാഹ ശൂലേന വക്ഷസി. ചില മഹാസുരന്മാർ ദേവിയുടെ മൂർച്ചയുള്ള വാൾ കൊണ്ടുള്ള വെട്ടിനാൽ രണ്ടാക്കി ഖണ്ഡിക്കപ്പെടുകയും അതുപോലെ മറ്റു ചിലർ ഗദയുടെ അടികൊണ്ട് മർദ്ദിക്കപ്പെട്ടവരായിട്ട് ഭൂമിയിൽ കിടക്കുകയും ചിലർ ഇരുമ്പുലക്ക കൊണ്ട് കഠിനമായി അടിക്കപ്പെട്ടവരായിട്ട് ചോര ഛർദ്ദിക്കുകയും ചിലർ ശൂലം കൊണ്ട് മാറിടം പിളർക്കപ്പെട്ടവരായിട്ട് ഭൂമിയിൽ വീഴുകയും ചെയ്തു. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? അതിക്രൂരമായിട്ടുള്ള മരണമാണ് ദുഷ്ടന്മാരായ അസുരന്മാർക്ക് ഉണ്ടാവുന്നത്, അല്ലേ? അതേപോലെ നമ്മുടെ ഇടയിലും ദുഷ്ടന്മാരായിട്ടുള്ളവർക്ക് അതിക്രൂരമായിട്ടുള്ള മരണമായിരിക്കും ഉണ്ടാവുന്നത്, അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ചില മഹാസുരന്മാർ ദേവിയുടെ മൂർച്ചയുള്ള വാൾ കൊണ്ടുള്ള വെട്ടിനാൽ രണ്ടായി ഖണ്ഡിക്കപ്പെട്ടു. അവരുടെ ശരീരം രണ്ടായി ഖണ്ഡിക്കപ്പെടുകയാണ്. അതുപോലെ മറ്റു ചിലർ ഗദയുടെ അടികൊണ്ട് മർദ്ദിക്കപ്പെട്ടവരായിട്ട് ഭൂമിയിൽ കിടക്കുകയും ചിലർ ഇരുമ്പുലക്ക കൊണ്ട് കഠിനമായി അടിക്കപ്പെട്ടവരായിട്ട് ചോര ഛർദ്ദിക്കുകയാണ്. ചിലരാകട്ടെ ശൂലം കൊണ്ട് മാറിടം പിളർക്കപ്പെട്ടവരായിട്ട് ഭൂമിയിൽ വീഴുകയാണ്. ചിലര് ശൂലം കൊണ്ട് മാറിടം പിളക്കപ്പെട്ടവരായിട്ട് ഭൂമിയിൽ വീഴുകയാണ്. ദേവിയുടെ തീഷ്ണങ്ങളായ ഖഡ്ഗപാതകങ്ങളെ കൊണ്ട് ചില മഹാസുരന്മാർ രണ്ടായി ഖണ്ഡിക്കപ്പെട്ടു. അതുപോലെ മറ്റു ചില അസുരന്മാർ ദേവിയുടെ ഗദ കൊണ്ടുള്ള അടിനിമിത്തം മർദ്ദിക്കപ്പെട്ടവരായിട്ട് ഭൂമിയിൽ വീണു. ചില മഹാസുരന്മാർ ദേവിയുടെ മുസലത്താൽ അധ്യർത്ഥം താടിക്കപ്പെട്ടവരായിട്ട് രക്തം ഛർദ്ദിച്ചു. ചില മഹാസുരന്മാർ ദേവിയുടെ ശൂലം കൊണ്ട് വക്ഷസ് പിളർക്കപ്പെട്ടവരായിട്ട് ഭൂമിയിൽ വീണു. അങ്ങനെ ഭൂമിയിലേക്ക് വീഴുക. അപ്പൊ നമ്മുടെ ഇവിടെയും ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇസ്രയേലുമായിട്ട് ഒരു ദുഷ്ടനായിട്ടുള്ള രാജ്യം ഇസ്രയേലുമായിട്ട് യുദ്ധം ചെയ്യുകയാണ്, അല്ലേ? അപ്പൊ ഇസ്രയേലിന് തന്നെ ആയിരിക്കും വിജയം വരുന്നത്, അല്ലേ? എപ്പോഴും ധർമ്മത്തിന്റെ കൂടെ ആയിരിക്കും വിജയം വരുന്നത്. അപ്പോൾ നമ്മുടെ ഭൂമിയിലും ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പം ആ ഭൂമിയിൽ നല്ലവരായിട്ടുള്ളവര് വിജയിക്കാനും ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാര്, ഇതേപോലുള്ള ക്രൂരന്മാരായിട്ടുള്ള അസുരന്മാര് ഇല്ലാതാവാനും വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോ അങ്ങനെ ഘോരമായിട്ടുള്ള ആ യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. നിരാകൃതാഹ ശരൗഖേണ കൃതാ കേചിദ്രണാജിരേ സേനാനുകാരിണഃ പ്രാണാൻ മുമുചുസ്ത്രീ ദശാർദനാഃ. ചില സേനാഗ്രസരന്മാരായ അസുരന്മാർ രണമുഖത്തിങ്കൽ ദേവിയുടെ ശരവർഷം കൊണ്ട് നിരാകൃതന്മാരായിട്ട് മരിച്ചു. അങ്ങനെ ചില സേനാഗ്രസന്മാർ എന്ത് ചെയ്യുകയാണ്? സേനാഗ്രസന്മാരായിട്ടുള്ള അസുരന്മാര്, അതായത് സേനയിലുള്ള വാഹനം ഓടിക്കുന്ന അങ്ങനെയൊക്കെ സേനയിൽ വരുന്ന അസുരന്മാർ എന്ത് ചെയ്യുകയാണ്? ദേവിയുടെ ശരവർഷം കൊണ്ടിട്ട് എന്ത് നിരാകൃതന്മാരായിട്ട് നിസ്സഹായരായിട്ട് മരിക്കുകയാണ്. കേശാം ജിൽബാഹത്മച്ഛിന്ന ചിന്നഗ്രീവാസ്തദാഹരേ ശിരാസി പേതുരാന്യേഷ മന്യേ മധ്യേ വിദാരിതാഃ വിഛിന്ന ജംഗോസ്തപരേ പേതുർവ്യാ മഹാസുരാഃ. ചിലരുടെ കൈകൾ മുറിക്കപ്പെട്ടു. അപ്രകാരം മറ്റു ചിലർ കണ്ടം മുറിഞ്ഞവരായി. ചിലരുടെ ശിരസുകൾ നിലത്തു വീണു. വേറെ ചിലർ നടുവേ കീറപ്പെട്ടവരായി. മറ്റു ചിലർ കണങ്കാലുകൾ മുറിഞ്ഞ് ഭൂമിയിൽ വീണു. അങ്ങനെ ചിലരുടെ കൈകൾ എന്ത് ചെയ്യാണ്? മുറിക്കപ്പെട്ടതായി. അപ്രകാരം മറ്റു ചിലരുടെ കണ്ടങ്ങൾ കഴുത്ത് മുറിക്കപ്പെട്ടതായി. മറ്റു ചിലരുടെ ശിരസ്സുകൾ നിലത്തു വീണു. വേറെ ചിലരുടെ നടുവേ കീറപ്പെട്ടു.
അങ്ങനെ എന്ത് ചെയ്യണം? മറ്റു ചിലരുടെ കണങ്കാലുകൾ മുറിഞ്ഞ് ഭൂമിയിൽ വീഴുകയാണ്. അതുപോലെ തന്നെ ദേവിയാൽ ചില അസുരന്മാരുടെ ഭുജങ്ങൾ ഖണ്ഡിക്കപ്പെട്ട് അവർ ഭൂമിയിൽ പതിച്ചു. മറ്റു ചില അസുരന്മാർ കണ്ടം മുറിക്കപ്പെട്ടു ഭൂമിയിൽ പതിച്ചു. വേറെ ചില അസുരന്മാരുടെ മുറിക്കപ്പെട്ട ശിരസുകൾ ഭൂമിയിൽ വീണു. അന്യന്മാരായിരിക്കുന്ന അസുരന്മാർ ശരീരത്തിന്റെ മധ്യഭാഗത്തിൽ ദേവിയാൽ കീറപ്പെട്ടവരായിട്ട് ഭൂമിയിൽ വീണു. അപരന്മാരായ മഹാസുരന്മാർ ഖണ്ഡിക്കപ്പെട്ട ജംഗങ്ങളോട് കൂടിയവരായിട്ട് ഭൂമിയിൽ വീണു. സേനാനുകാരിണഃ ഗ്രീവാസ്തദാചരേ സ്വാഹ ശിരാംസി പേതു മഹാസുരാഃ സ്വാഹ. ഏകബാഹിശ്രീ ശരണാഃ കേചിദേവ്യാ ദ്വിധാ കൃതഃ ഛിന്നേ ഭവിച്ചാന്യേ ശിരസി പതിതാഃ പുനരുദ്ധിതാഃ കബന്ധായുയുർദേവ്യാ ഗൃഹീത പരമായുധാഃ. ചില മഹാസുരന്മാർ ദേവിയാൽ ഒറ്റക്കൈയും കണ്ണും കാലും വീതമുള്ളവരായി രണ്ടായി ഖണ്ഡിക്കപ്പെട്ടു. വേറെ ചില അസുരന്മാർ ശിരസ് മുറിക്കപ്പെട്ടിട്ട് ഭൂമിയിൽ വീണിടും. പിന്നെയും എഴുന്നേറ്റ് ഉത്തമ ശാസ്ത്രങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് കബന്ധങ്ങളായി ദേവിയോടുകൂടി യുദ്ധം ചെയ്തു. അപ്പൊ ചില അസുരന്മാരുടെ ഒറ്റ കൈയും ഒറ്റ കണ്ണും കാലും അങ്ങനെയൊക്കെ ആയിട്ട് വരികയാണ്. ചിലർ വീണിട്ടും വീണ്ടും അവരുടെ എന്തൊക്കെയോ ശക്തികൾ കൊണ്ട് വീണ്ടും എണീറ്റ് വരികയാണ്. എന്നിട്ട് ദേവിയോട് യുദ്ധം ചെയ്യാൻ വരികയാണ്. അപ്പോഴും ദേവി അവരെ വധിക്കുകയാണ്. മനുഷ്യാണാം സഹസ്രേഷു ഹതേഷു പതിതേഷു ച ഉദതിഷ്ഠൻ കബന്ധാനി ബഹുന്യൂതാപിതാന്യപി. ചില മഹാസുരന്മാർ ഒരു കൈയും ഒരു കണ്ണും ഒരു കാലും വീതമുള്ളവരായി ബാക്കി ദേവിയാൽ രണ്ടായി ബന്ധിക്കപ്പെട്ട് ഭൂമിയിൽ വീണു. മറ്റു ചില മഹാസുരന്മാർ ശിരസ് മുറിക്കപ്പെട്ട സമത്തിൽ ഭൂമിയിൽ വീണിട്ട് പിന്നെയും ഉദ്ധാനം ചെയ്ത് വീണ്ടും ശിരസിന് ധരിക്കുന്നവരായിട്ട് ഉത്തമ ശാസ്ത്രങ്ങളെടുത്ത് ദേവിയോട് കൂടി യുദ്ധം ചെയ്തു. യുദ്ധേയോ ദൃശ്യശൂരേഷു സഹസ്രം കൂർത്തമർദ്ദസു തദാവേശാൽ കബന്ധസ്യ ദേഗോ മൂർധാക്രിയാന്വിതാം. യുദ്ധത്തിൽ ശൂരന്മാരായിരിക്കുന്ന 1000 യോദ്ധാക്കന്മാരുടെ ശിരസുകൾ ഖണ്ഡിക്കപ്പെടുമ്പോൾ അവരുടെ ആവേശം നിമിത്തം പ്രവൃത്തി സാമർത്ഥ്യത്തോടും തലയോടും കൂടി ഒരു കബന്ധം ഉണ്ടാകുന്നു എന്നർത്ഥം. ദേവീ ദാനവയുദ്ധേതു കബന്ധാർദ്ധബുധകോടയഃ ശനേ ശനേ സമുൽപന്ന ദേവ്യായുധിധരാ പുനഃ. ദേവീ ദാനവയുദ്ധോധ കബന്ധാർബുധകോടയഃ ദേവീ രക്ഷോധ ഹുങ്കാര ജ്വല നവസ്മിതാഃ. ഈ ദേവീ ദാനവ യുദ്ധത്തിലാകട്ടെ 1000 ലക്ഷം കോടി കബന്ധങ്ങൾ ക്ഷണം തോറും ഉത്ഭവിച്ച് ദേവിയോടുകൂടി യുദ്ധം ചെയ്യുന്നു. ഈ 1000 ലക്ഷം കോടി കബന്ധങ്ങളെയും ദേവിയുടെ കോപത്തിൽ നിന്നുണ്ടായ ഹുങ്കാരമാകുന്ന കത്തിക്കാളി ജ്വലിക്കുന്ന അഗ്നി കൊണ്ട് ഭസ്മമാക്കി തീർക്കുകയും ചെയ്തു. അങ്ങനെ 1000 കോടി കബന്ധങ്ങളുണ്ട്. അത് തന്നെ ദേവിയുടെ ആ കത്തി ജ്വലിക്കുന്ന ആ സൂര്യ തേജസ്സില്ലേ, ആ അഗ്നി തേജസ്സില്ലേ, അതുകൊണ്ട് ഭസ്മമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഏകഭാശ്വഹി പുനരുദ്ധ സ്വാഹ നൃത്തുച്ചാപരേ തത്ര യുദ്ധേ തുര്യലശാശ്രിതാഃ കബന്ധ ചിന്ന ശിരസാ ഖഡ്ഗശത്രുഷ്ടിപാണയഃ തിഷ്ഠ തിഷ്ഠേതി ഭാഷന്തോ ദേവി മന്യേ മഹാസുരാഃ. ആ യുദ്ധത്തിൽ ചില അസുരന്മാർ വ്യാധാദികളുടെ അന്യോന്യ തുല്യതയെ ആശ്രയിച്ച് നൃത്തം ചെയ്യുകയും ഛേദിക്കപ്പെട്ട ശിരസുകളോട് കൂടിയ കബന്ധങ്ങൾ, വാൾ, വേൽ, ഋഷ്ടി ഇവകളെ ധരിച്ചുകൊണ്ടും മറ്റു ചില മഹാസുരന്മാർ ദേവിയോട് നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ടും യുദ്ധം ചെയ്തു. അങ്ങനെ ചില അസുരന്മാര് തലയൊക്കെ ഛേദിച്ചിട്ട് ഇങ്ങനെ തല ഛേദിച്ചിട്ട് ആ തലയില്ലാത്ത ശരീരം കൊണ്ട് നൃത്തം ചെയ്യുകയാണ്. ചിലരൊക്കെ തറയിൽ വീഴുകയാണ്. അങ്ങനെ പല ഇത് വന്നിട്ട് ചിലരെന്ത് ചെയ്യാണ്, ദേവിയോട് യുദ്ധം ചെയ്യാൻ വരൂ എന്നിങ്ങനെ പറഞ്ഞ് ദേവിയോട് യുദ്ധം ചെയ്യുകയാണ്. ദേവി ദാനവ യുദ്ധത്തിൽ മറ്റു ചില മഹാസുരന്മാർ വിദധ നന്ദ സുഷിരങ്ങളായ 4 വിധ വാദ്യങ്ങളുടെ സാമ്യാവസ്ഥയെ ആശ്രയിച്ച് വാൾ, ശക്തി, ഋഷ്ടി ഇവയെ ധരിച്ചുകൊണ്ടും മുമ്പ് ദേവിയാൽ ഛേദിക്കപ്പെട്ട ശിരസുകളോട് കൂടിയവരാണെങ്കിലും വീരരസത്തിന്റെയും സംഗ്രമാദി ദേവതകളുടെയും ആവേശം നിമിത്തം ചൈതന്യത്തോടു കൂടിയവരായി പിന്നെയും ശിരോധികളായിട്ട് നൃത്തം ചെയ്തു. നന്ദിച്ച എന്നതിലെ ചകാരം കൊണ്ട് ദേവിയോടുകൂടി യുദ്ധം ചെയ്യുകയും ചെയ്തു എന്നർത്ഥം. തദം വീണാധികം വാദ്യം ആനന്ദം മുരജാധികം വംശാധികന്തു സുഷിരം കാസ്യം തളാധികം ഘനം. കമ്പിയിട്ട് വായിക്കുന്ന വീണ മുതലായവയ്ക്ക് തതം എന്നും തുകലിട്ട് കൊട്ടിഘോഷിക്കുന്ന പെരുമ്പറ മുതലായവയ്ക്ക് ആനന്ദം എന്നും കുഴലിൽ സുഷിരങ്ങളിട്ട് വായിക്കുന്ന നാഗസ്വരം മുതലായവയ്ക്ക് സുഷിരം എന്നും ഓടുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട താളം മുതലായവയ്ക്ക് ഘനം എന്നും പേരുകൾ. അങ്ങനെ ഇങ്ങനെ പലതരത്തിലുള്ള വാദ്യാഘോഷങ്ങളൊക്കെ മുഴക്കിക്കൊണ്ടാണ് ഈ യുദ്ധം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
അതാണ് ഇവിടെ പറയുന്നത്. ചില രണശൂരന്മാരായ മഹാസുരന്മാർ യുദ്ധത്തിൽ ദേവിയോട് നിൽക്ക് നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുമ്പിൽ എന്നുള്ള അഹങ്കാര സ്വഭാവത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് ദേവിയോട് കൂടി യുദ്ധം ചെയ്യുന്നതിനായി എതിർത്തു. അങ്ങനെ ചില ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാർ എന്ത് ചെയ്യണം, നിൽക്കൂ എന്ന് പറഞ്ഞ ദേവിയോട് നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് താനാണ് വലുതെന്നുള്ള അഹങ്കാരത്തോടു കൂടി ആ ദേവിയോട് യുദ്ധം ചെയ്യുവാനായിട്ട് വരികയാണ്. പാതിതൈരതനാഗാശ്വൈരസൂരൈച വസുന്ധര അഗമാസ്യാഭവത്തത്ര യത്രാഹൂന്മഹാരണഃ. ആ മഹായുദ്ധം നടന്ന സ്ഥലം വീണുകിടക്കുന്ന ആന, തേര്, കുതിര ഇവകളെ കൊണ്ടും അസുരന്മാരെ കൊണ്ടും ഗമിക്കാൻ പാടില്ലാത്തതായി തീർന്നു. ദേവിക്കും മഹിഷാസുര സൈന്യങ്ങൾക്കും തമ്മിൽ ഏതു ദിക്കിൽ വെച്ച് യുദ്ധം നടന്നുവോ ആ ഭൂമി ദേവിയാൽ പതിപ്പിക്കപ്പെട്ട രഥങ്ങളെ കൊണ്ടും ആനകളെ കൊണ്ടും അശ്വങ്ങളെ കൊണ്ടും അസുരന്മാരെ കൊണ്ടും വ്യാപ്തമാക്കിയിട്ട് ഗമിക്കാൻ പാടില്ലാത്തതായി തീർന്നു. അങ്ങനെ ആ യുദ്ധം നടന്ന സ്ഥലത്ത് ആനയും തേരും കുതിരയും ഈ ദുഷ്ടന്മാരായ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അസുരന്മാരും ഒക്കെ മരിച്ചു കിടക്കുകയാണ്. ദേവി വധിച്ചു, അവരെല്ലാം ദേവി വധിച്ചു. അങ്ങനെ മരിച്ചു കിടക്കുന്നവരുടെ ഇടയിലൂടെ നടക്കാൻ പോലും സ്ഥലമില്ലാതായിട്ട് അങ്ങനെ ആ ശവശരീരങ്ങളൊക്കെ ഇങ്ങനെ അവിടെ കിടക്കുകയാണ്. ശോണിതൗഘാ മഹാനദ്യഃ ദസ്യസ്ത്രാവിന്ദ്രുസു വിസ്തൃസ്രൂഹ മധ്യേ ചാസുര സൈന്യസ്യ വാരണാസുരവാജിനാം. അവിടെ അസുര സൈന്യത്തിന്റെ നടുവിൽ അപ്പോൾ ആനകളുടെയും അസുരന്മാരുടെയും കുതിരകളുടെയും രക്തസമൂഹങ്ങൾ നദികളായി പ്രവഹിച്ചു. വിശേഷിച്ചും ആ യുദ്ധത്തിൽ അസുര സൈന്യങ്ങളുടെ നടുവിൽ ദേവിയോടുകൂടി യുദ്ധം ആരംഭിച്ച അവസരത്തിൽ തന്നെ ആനകളുടെയും അസുരന്മാരുടെയും കുതിരകളുടെയും രക്തസമൂഹങ്ങൾ മഹാനദികളായി പ്രവഹിക്കുകയും ചെയ്തു. അങ്ങനെ ഈ മരിച്ച ആനകളുടെയും കുതിരകളുടെയും ദുഷ്ടന്മാരായ അസുരന്മാരുടെയുള്ള രക്തം ഒരു നദി പോലെ ഇങ്ങനെ ഒഴുകി വരികയാണ്. ക്ഷണേന തന്മഹാസൈന്യ സമാസുരാണാം തദാംബിക നിന്യേഷയം യഥാവഗ്നി സ്തൃണദാരു മഹാചയം. അഗ്നി വൈക്കോൽ തുറുവിന്റെ വലുതായ കൂട്ടത്തെ ക്ഷണനേരം കൊണ്ട് ഭസ്മീകരിക്കുന്നത് പോലെ ശ്രീദേവിയും അസുരന്മാരുടെ ആ മഹാസൈന്യത്തെ ക്ഷണനേരം കൊണ്ട് നശിപ്പിച്ചു. അഗ്നി യാതൊരു പ്രകാരം വൈക്കോൽ തുറുവിന്റെ കൂട്ടത്തെ ക്ഷണമാത്രം കൊണ്ട് നശിപ്പിക്കുന്നുവോ അതുപോലെ ദേവി മഹാസൈന്യത്തെ ഭസ്മമാക്കി. അങ്ങനെ അഗ്നി യാതൊരു പ്രകാരം അഗ്നി കൊണ്ട് ചുട്ട് ഭസ്മമാക്കുന്നു. അതേപോലെ ദേവി എന്ത് ചെയ്യുകയാണ്, നിമിഷ നേരം കൊണ്ട് തന്റെ അഗ്നി കൊണ്ട് ഇതെല്ലാം തന്നെ വൈക്കോൽ തുറുവിന്റെ കൂട്ടത്തെ എങ്ങനെയാണോ ചുട്ട് ഭസ്മമാക്കുന്നത് അതുപോലെ ഈ ദേവി മഹാസൈന്യത്തെ മുഴുവൻ ചുട്ട് ഭസ്മമാക്കുകയാണ്. ക്ഷണേന മഹാചയം സ്വാഹ സജ സിംഹോ മഹാനദം മുൽസൃജൻ ദുദകേസരഃ ശരീരേഭ്യോ മരാണീണ മസൂനിവാ വിചിന്വതി. ദേവീവാഹനമായ സിംഹവും സടകൾ കുടഞ്ഞ് ഗർജിച്ചുകൊണ്ട് അസുരന്മാരുടെ ദേഹങ്ങളിൽ നിന്ന് പ്രാണങ്ങളെ തിരയുന്നുണ്ടോ എന്ന് തോന്നും വണ്ണം അസുര സൈന്യത്തെ നശിപ്പിച്ചു. അങ്ങനെ ദേവീവാഹനമായ ആ സിംഹവും എല്ലാവരെയും ആ അസുര സൈന്യങ്ങളെ, ആ ദുഷ്ടന്മാരായ അസുരന്മാരെ എല്ലാം നിഗ്രഹിക്കുകയാണ്, വധിക്കുകയാണ്. ദേവി എങ്ങനെ അസുര സൈന്യത്തെ നശിപ്പിച്ചുവോ അതുപോലെ ദേവീവാഹന സിംഹവും ആ യുദ്ധത്തിൽ അസുരന്മാരുടെ ശരീരങ്ങളിൽ നിന്ന് പ്രാണങ്ങളെ അന്വേഷിച്ചെടുത്ത് കൂട്ടിച്ചേർക്കുന്നു. ശ്രീദേവി മാത്രമല്ല അസുര സൈന്യത്തെ നശിപ്പിച്ചത്, ആ പ്രസിദ്ധനായ ദേവീവാഹന ഭൂതമായിരിക്കുന്ന സിംഹവും സ്കന്ദരോമങ്ങളെ ഇളക്കിക്കൊണ്ട് കണ്ടീരവമാകയാൽ മഹത്തായ കണ്ഠഗർജനത്തെ ചെയ്തുകൊണ്ട് യഥോചിതം അസുര സൈന്യത്തെ നശിപ്പിച്ചു. അങ്ങനെ ദേവി മാത്രമല്ല, ദേവിയുടെ വാഹനമായ ആ സിംഹവും അതിഘോരമായിട്ടുള്ള ഗർജനത്തോടുകൂടി ഈ അസുരന്മാരെയെല്ലാം നിഗ്രഹിക്കുകയാണ്. ദേവ്യാഗണൈച തത്രൈസ്താ ദേവ്യാഗണൈച തസ്തത്ര കൃതം യുദ്ധം തദാഹസുരൈഃ യദൈഷാം ദുഷ്ടവുർദേവഃ പുഷ്പവൃഷ്ടിമുജോദിവി. ദേവലോകത്തിൽ ദേവകൾ പുഷ്പവർഷം ചെയ്തുകൊണ്ട് ദേവിയെ സ്തുതിക്കത്തക്കവണ്ണം ദേവിയുടെ ഗണങ്ങളും ആ അസുരന്മാരോട് കൂടി യുദ്ധം ചെയ്തു. ദേവിയുടെ ഗണങ്ങളാൽ അസുരന്മാരോട് കൂടി ദേവകൾ സ്തുതിക്കത്തക്കവണ്ണം യുദ്ധം ചെയ്യപ്പെട്ടു. ആ യുദ്ധഭൂമിയിൽ ദേവിയുടെ രോഷ നിശ്വാസ സംഭൂതങ്ങളായ ഗണങ്ങൾ ആ അസുരന്മാരോടുകൂടി എപ്രകാരം യുദ്ധം ചെയ്തുവോ അതുപോലെ സ്വർഗലോകത്തിൽ ദേവകൾ പുഷ്പവർഷം ചെയ്തുകൊണ്ട് ഈ ദേവിയെ സ്തുതിച്ചു. അങ്ങനെ ഈ ദുഷ്ടന്മാരായ അസുരന്മാരെയെല്ലാം വധിച്ച ആ ദേവിയെ ദേവലോകത്തു നിന്ന് ദേവന്മാരെല്ലാം പുഷ്പവർഷം ചെയ്തുകൊണ്ട് സ്തുതിക്കുകയാണ്. അഹോ, ഇതെന്തൊരാശ്ചര്യം!
യോദ്ധാക്കൾ മായാവികളായിരിക്കുന്ന അസുരന്മാർ അവരോടുകൂടി അബലയായി ഏകാഗ്നിയായിരിക്കുന്ന ദേവി യുദ്ധം ചെയ്യുന്നു. അനേകം മഹാസുര സൈന്യങ്ങളെ 10, 100, 1000, 10,000, ലക്ഷം, കോടി 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 വീതം ഈ ഏകാഗ്നിയായ ദേവി നശിപ്പിക്കുന്നു. ആ ദേവിയോടുകൂടി കബന്ധങ്ങളും യുദ്ധം ചെയ്യുന്നു. ആ കബന്ധങ്ങൾ ദേവി രോക്ഷ ഹുങ്കാര ജ്വലന ജാലകളെ കൊണ്ട് ദഹിപ്പിക്കപ്പെട്ട് ക്ഷണം തോറും ഭസ്മമായി തീരുന്നു. അതുകൂടാതെയും ഈ യുദ്ധഭൂമിയിൽ ദേവിയാൽ ഖണ്ഡിക്കപ്പെട്ട പ്രചണ്ഡ വിക്രമന്മാരായി യോദ്ധാക്കളായിരിക്കുന്ന മഹാസുരന്മാരുടെ ശരീരങ്ങളിൽ നിന്ന് ധാരധാരയായി ഒഴുകുന്ന രുതിരൗഹങ്ങൾ മഹാനദികളായി പ്രവഹിക്കുന്നു. ഇങ്ങനെ അത്യത്ഭുത ചരിതയായി ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്നത് ലോകാഭ്യുദൈക ഫലോദകിയായിരിക്കുന്ന ആ ചണ്ഡികാദേവിയെ ദേവന്മാർ സ്തുതിക്കുന്നു. അപ്പോൾ ദേവിക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ അല്ലേ. അപ്പം അത്രയും ഘോരമായിട്ടിരിക്കുന്ന ഈ കോടാനുകോടി ആ ദുഷ്ടന്മാരെയും കോടാനുകോടി വരുന്ന ആ ദുഷ്ട അസുര സൈന്യത്തെയും അസുരന്മാരെയും എല്ലാം ദേവി ഒറ്റയ്ക്ക് നിന്നുകൊണ്ടാണ്, ഒരൊറ്റ ശക്തിയായിട്ട് നിന്നുകൊണ്ട് ദേവിയും ദേവിയുടെ സിംഹവാഹനവും കൂടി ആ ദുഷ്ടന്മാരായ അസുരന്മാരെ എല്ലാം വധിക്കുകയാണ്. ദേവിയിൽ നിന്ന് ഉത്ഭവിച്ച ആ ഗണങ്ങള്, ദേവിയുടെ തന്നെ ഗണങ്ങളായ ചണ്ഡികാ ദേവിമാരും ഭദ്രകാളി ദേവിമാരും ദുർഗാദേവിമാരും എല്ലാം കൂടി ചേർന്ന് ആ ദുഷ്ടന്മാരായ അസുരന്മാരെ വധിക്കുകയാണ്. അങ്ങനെ ഈ ദുഷ്ടന്മാരായ അസുര സൈന്യത്തെ വധിക്കുവാൻ ദേവിക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ദേവന്മാരെല്ലാം എന്ത് ചെയ്യുകയാണ്? ദേവിക്ക് മേലെ പുഷ്പവൃഷ്ടി നടത്തുകയാണ്, ദേവിയെ സ്തുതിക്കുകയാണ്. അങ്ങനെ നമുക്കും സ്തുതിക്കാം ആ ദേവിയെ, ആ ആദിപരാശക്തിയെ, ആ ശ്രീദേവിയെ നമുക്കും സ്തുതിക്കാം. ആ ഭദ്രകാളിയെ, ആ ദുർഗയെ, ആ ലക്ഷ്മിയെ, ആ ദേവിയെ, ആ സ്വരൂപത്തെ നമുക്ക് ആ ദേവിയെ ഒരു നിമിഷം മനസ്സിൽ ചിന്തിച്ച് നമുക്ക് എല്ലാവർക്കും ആ ദേവിയെ പ്രാർത്ഥിക്കാം. ആ ദേവിയോട് നമുക്ക് രക്ഷയാചിക്കാം. നമ്മെ എല്ലാം നല്ലവരെ എല്ലാം രക്ഷിക്കാൻ വേണ്ടി ഈ ദുഷ്ടന്മാരായ അസുരന്മാരെ എല്ലാം ആ മനസ്സിലുള്ള അവരുടെ അസുരത്വത്തെ എല്ലാം നശിപ്പിച്ച് ആ അസുരന്മാരെ എല്ലാം നശിപ്പിച്ച് നന്മ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ദേവിയോട്, ആ ജഗദംബികയോട്, ആ ആദിപരാശക്തിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദേവ്യാഗണൈഹാമുജോ ദിവി സ്വാഹ. ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മാഹാത്മ്യേ മഹിഷാസുര സൈന്യവധോ നാമ ദ്വിതീയോऽധ്യായഃ. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. സർവം ശ്രീ ശിവപാർവതി അർപ്പണമസ്തു. ഉമാമഹേശ്വരാർപ്പണമസ്തു. സർവം ശ്രീ ലക്ഷ്മീനാരായണാർപ്പണമസ്തു. ലക്ഷ്മീനാരായണാർപ്പണമസ്തു. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ രാധേശ്യാം. ജയ ജയ ശ്രീ ജഗദംബിക. ഹര ഹര മഹാദേവ. ശംഭോ മഹാദേവ. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. വളരെ സന്തോഷം എനിക്ക് ഈ മഹിഷാസുര സൈന്യവധം ഇന്ന് പറയാൻ കഴിഞ്ഞത്. വളരെയധികം സന്തോഷമുണ്ട്. കുറേ കാലമായിട്ട് തന്നെ വിചാരിക്കുകയാണ്. അപ്പോൾ ആ ദേവി നമുക്ക് എല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കും നമ്മുടെ കുടുംബത്തിനും അതുപോലെ മറ്റ് എല്ലാ നല്ലവരായിട്ടുള്ള ജനങ്ങൾക്കും ജനങ്ങളുടെ ആ ജീവനും എല്ലാ സംരക്ഷണം ഉണ്ടാവട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ, ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആ ജഗദംബികയോട്, ആ ആദിപരാശക്തിയോട് മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്. മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളേ നോക്കാട്ടോ. ധനേഷ്, ധനു, മകേഷ്, രാജേഷ്, രാജ്, സജി, ലുക്മാൻ, രാകേഷ്, അയ്യപ്പൻ, സോജ, സുമേഷ്, നെടുവേലി, ബാലകൃഷ്ണൻ, മനുമുരളി, ഫുഡീസ്, നിതൃൻ പ്രോൺ, ഷിജു, ഷിബിൻ, കീർത്തി പ്രസാദ്, ദേവി ചന്ദന, അരുണിമ, ഹരിത വിശ്വനാഥ്, ലക്ഷ്മിപ്രിയ, നിതിൻ, മാളവിക, അനുപമ, നെടുവേലി, സോജ, സുമേഷ്. ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ ഈ മഹിഷാസുര സൈന്യവധം എന്ന 2ാം അധ്യായം സമാപ്തമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഭൂമിയിൽ ഇതുപോലുള്ള പല പ്രശ്നങ്ങൾ നടക്കുകയാണ് അല്ലേ. ഭൂമിയിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം. അതിൽ ഇസ്രായേൽ തന്നെ വിജയിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം ന്യായം അവരുടെ ഭാഗത്താണല്ലോ. അപ്പം എവിടെയാണോ ന്യായമുള്ളത്, എവിടെയാണോ ധർമ്മമുള്ളത്, അവിടെയായിരിക്കും ദേവി ഉണ്ടാവുക.
അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് മനസ്സുരുക്കി പ്രാർത്ഥിക്കാം. ഒരുപാട് നിഷ്കളങ്കരായിട്ടുള്ള ഇസ്രയേലിൽ ഉള്ള നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരെയാണ് ക്രൂരമായി ആ ദുഷ്ടന്മാർ കൊണ്ടുപോയി പീഡിപ്പിച്ചത്, വധിച്ചത്, എല്ലാം ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള ആ ദുഷ്ടന്മാർക്ക് അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇസ്രയേൽ തന്നെ ജയിക്കട്ടെ എന്ന് നമുക്ക് അതിനും കൂടി വേണ്ടി ദേവിയോട് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കുറെ അസുര മനസ്സായിട്ടിരിക്കുന്നവരുണ്ട്. അതിൽ ഇറങ്ങിത്തിരിക്കാതെ അത് പൊളിക്കുകയല്ല, അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങാതിരിക്കുന്നവരുണ്ട്. അപ്പൊ അവരും അതിന് വേണ്ടിയിട്ട് അധികാരികൾ മുന്നിട്ട് ഇറങ്ങട്ടെ, അതിനും കൂടെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാവരുടെയും ജീവനും സ്വത്തിനും എല്ലാം സംരക്ഷണം ഉണ്ടാവട്ടെ, ജീവൻ സംരക്ഷിക്കട്ടെ, അങ്ങനെ ഈ ഭൂമിയിൽ ഐശ്വര്യം ഉണ്ടാവട്ടെ. അതിനു വേണ്ടിയിട്ടും നമുക്ക് ദേവിയോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കാം. അപ്പോൾ ആ ദേവി തന്നെയാണ് നമ്മുടെ ഈ യുദ്ധത്തിൽ ഇത്രയും അസുരന്മാരെ ഒറ്റയ്ക്ക് നിന്ന് ദേവിയുടെ വാഹനമായ സിംഹവും ദേവിയുടെ പരിവാരങ്ങളും കൂടി കോടിക്കണക്കിന് ഉള്ള അസുരന്മാരെ വധിച്ചത്. ആ ഒരു ഭാഗമാണല്ലേ നമ്മൾ വായിച്ചത്. അപ്പൊ അതുപോലെയുള്ള കോടിക്കണക്കിന് ദുഷ്ടരുടെ ദുഷ്ട മനസ്സുകളെല്ലാം നിഗ്രഹിച്ചുകൊണ്ട് ആ ദേവി അവിടെ എല്ലാവരിലും ആ ഒരു നന്മ കൊണ്ടുവരട്ടെ, അങ്ങനെ ഒരു നല്ല ലോകമായി മാറട്ടെ നമ്മുടെ ഭൂമി, പ്രപഞ്ചം മുഴുവനും എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ.